തെരുവിലിറങ്ങി തിരുസഭ. ഭാരതത്തിന്റെ ഭരണഘടന ഉറപ്പാക്കുന്ന മതേതര ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുക. ദുർഗിലെ സെഷൻസ് കോടതി ഇവർക്ക് ജാമ്യം നിഷേധിക്കുമ്പോൾ അതിലാഹ്ലാദിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ആരവവും ആക്രോശവും കേൾക്കുന്നതിനിടയായി. ഇതാണോ മതേതര ജനാധിപത്യം? കേൾക്കും വേണ്ട, നെടുവും വേണ്ട, അരമന കാണാൻ പോരേണ്ടേ. ഇതൊരു ക്രിസ്ത്യാനി എന്ന വിഷയമല്ല. രാജ്യത്തിന്റെ ഭരണഘടന അപകടത്തിലായി. ഭരണഘടന പശുവിന് പോകുന്ന ഗതിയോട് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഗതം സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ഫാദർ ടോം ഒലിക്കരോട്ട്, അദ്ദേഹം സിറോ മലബാർ സഭയുടെ PRO ആണ്. കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര, അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകനാണ്. ശ്രീ SK സജീഷ് CPM-ൽ നിന്ന്, BJP-യിൽ നിന്ന് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് കൂടി നമ്മളോടൊപ്പം ചർച്ചയിൽ ചേർന്നു. അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. വിവിധ സഭകളുടെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്തടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ടാവുകയുണ്ടായി. വാ മൂടിക്കെട്ടിയാണ് ബിഷപ്പുമാരടക്കം ഇന്ന് തെരുവുകളിലേക്ക് ഇറങ്ങുന്നത്. ചങ്ങാത്തം എന്ന കാര്യം, ഇനി ചായ കുടിക്കണോ എന്ന കാര്യം ഒക്കെ നീതി കിട്ടിയതിനു ശേഷം ചർച്ച എന്നുള്ളതാണ് സഭ വ്യക്തമാക്കുന്ന ഒന്ന്. അങ്ങനെ ഇപ്പോൾ പമ്പ്ലാനി പിതാവിൻ്റെ അടക്കം വളരെ രൂക്ഷമായ പരാമർശങ്ങൾ കൂടി കേൾക്കുന്നുണ്ട്. ഈ നിലയ്ക്കുള്ള പ്രതിഷേധം സംസ്ഥാനത്തുണ്ടാകുന്നതിനെ BJP എങ്ങനെയാണ് കാണുന്നത്? നീതി നിഷേധമുണ്ടായി എന്ന ന്യൂനപക്ഷം കരുതുകയാണ് ഛത്തീസ്ഗഡ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ. നമുക്ക് തീർത്തും ദൗർഭാഗ്യകരമാണ് ആ നിലയിലുള്ള പ്രതികരണങ്ങൾ എന്നുള്ളതാണ് BJPയുടെ വിലയിരുത്തൽ. ഇവിടെ ക്രിസ്ത്യൻ സഭയ്ക്ക് BJPയുമായിട്ടുള്ള സൗഹൃദത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമ്പർക്കത്തിനോ ഒന്നും ഈ കേസുമായിട്ട് അക്ഷരാർത്ഥത്തിൽ ബന്ധമില്ല എന്നുള്ളതാണ്. ഇതൊരു ഡ്യൂ ലീഗൽ പ്രോസസ്സാണ്. നാട്ടിൽ നടക്കുന്ന ഒരു നിയമപരമായിട്ടുള്ള പ്രക്രിയയാണ്. അതിൽ BJPയുടെയോ അല്ലെങ്കിൽ BJP നയിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെയോ എന്തെങ്കിലും പ്രത്യേക താല്പര്യങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ട് സംഭവങ്ങൾ ഈ പശ്ചാത്തലത്തിൽ ആമുഖമായിട്ട് സൂചിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും, ഇംഗ്ലീഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വാർത്തയുണ്ട്. ഞാനത് ഹിന്ദു പത്രത്തിലാണ് വായിച്ചത്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് കേസ് 2 nuns acquitted എന്നാണുള്ളതാണ് വാർത്ത. അതായത് 2022 തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ജാർഖണ്ഡിൽ നിന്നുള്ള 3 ട്രൈബൽ പെൺകുട്ടികളെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്ന ധൻബാദ് ആലപ്പി എക്സ്പ്രസിൽ കൊണ്ടുപോകുകയായിരുന്ന 2 കന്യാസ്ത്രീകളെ തൃശ്ശൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും അവർക്കെതിരെ IPC 370 പ്രകാരം ഹ്യൂമൻ ട്രാഫിക്കിന് കേസെടുക്കുകയും ചെയ്തിരുന്നു. അത് 2022 പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരിക്കുന്ന ഘട്ടത്തിലാണ് സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ ജാർഖണ്ഡിൽ നിന്നുള്ള 3 ട്രൈബൽ പെൺകുട്ടികളുമായിട്ട് തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന 2 മലയാളികളായിട്ടുള്ള കന്യാസ്ത്രീകൾക്കെതിരെ ഹ്യൂമൻ ട്രാഫിക്കിന് കേരളത്തിൽ കേസെടുത്തിട്ടുണ്ട്. ആ കേസിൽ ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം അഡീഷണൽ സെഷൻസ് കോടതി തൃശ്ശൂർ ഈ കേസിൽ ഇവർ കുറ്റവിമുക്തരായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇവർ കുറ്റവാളികളല്ല, നിരപരാധികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അക്വിറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ 2022 കേരളത്തിലെ പോലീസ് ഇങ്ങനെ ഒരു കേസെടുത്ത സാഹചര്യത്തിൽ കേരളത്തിൽ നമ്മൾ ഈ നിലയിലുള്ള പ്രതിഷേധങ്ങൾ കണ്ടിട്ടില്ല. ഭരണഘടന അപകടത്തിലായി, വിശ്വാസ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് A. റഹീമോ അല്ലെങ്കിൽ വൃന്ദ കാരാട്ടോ ഒന്നും കേരളത്തിൽ വന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ സഭയുടെ നേതൃത്വത്തിൽ പോലും അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ 2014 നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ബീഹാറിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള 460 കുട്ടികളെ, അതായത് പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷനിൽ വെച്ച് മുക്കം എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു യത്തീംഖാനയിലേക്ക് കൊണ്ടുവരികയായിരുന്ന 460 കുട്ടികളെ അവിടെ വെച്ച് റെയിൽവേ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ഇവരുടെ കൂടെ വന്നിരുന്ന 8 പേരെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് കേസിലെടുത്ത് അകത്താക്കുകയും 2019 വരെ ഈ കേസിൻ്റെ വിചാരണ നടക്കുകയും അതിനുശേഷം ഈ പ്രതികളെ മുഴുവൻ കുറ്റവിമുക്തരാക്കുകയും ഇവരൊന്നും കുറ്റക്കാരല്ല, നിരപരാധികളാണ് എന്ന് പറഞ്ഞ് വിടുകയും ചെയ്തിരുന്നു. അത് കോഴിക്കോടുള്ള മുക്കത്തുള്ളൊരു യത്തീംഖാനയിലേക്ക് ബീഹാറിൽ നിന്നുള്ള അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികളെ കൊണ്ടുവരുന്നത് മനുഷ്യക്കടത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് കേസെടുത്തിട്ടുള്ളത്. അന്നും നമ്മൾ ഈ നിലയിലുള്ള പ്രതിഷേധങ്ങളോ ഭരണഘടനയ്ക്കെതിരെയുള്ള വെല്ലുവിളിയാണ് എന്നുള്ള നിലയിലുള്ള ആക്രോശങ്ങളോ നമ്മൾ കേട്ടിട്ടില്ല. അത് നിയമത്തിന്റെ ഒരു പ്രക്രിയയായിട്ടാണ് അന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു കേസിൽ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഇത് BJPയുടെ എന്തോ പ്രത്യേക താല്പര്യം കൊണ്ടാണ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ശരിയല്ല. ഈ കേസിലെ വസ്തുതകൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അവിടെ പ്രോസിക്യൂഷന് കേസിലുള്ള സാഹചര്യം അവിടെ സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ദുരുദ്ദേശപരമായി കന്യാസ്ത്രീകളെ കേസിൽ കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തെ തുടർന്നിട്ട് ഒരു സംഭവം കെട്ടിപ്പടുക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ശരി, അടുത്ത ശങ്കുട്ടി ദാസ്, ഞാൻ മറ്റു അതിഥികളിലേക്ക് പോകണമെന്നാണ് വിചാരിച്ചത്. അതിന്
മുമ്പ് ഒറ്റ കാര്യം കൂടി ചെറുതായി ഞാൻ അങ്ങയുടെ ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. അങ്ങിപ്പോൾ 2011 അടക്കം 2 സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അന്ന് അവിടെ ഉണ്ടാകാതിരുന്ന ഒന്ന് ഛത്തീസ്ഗഡിൽ ഉണ്ടായി. അത് ആൾക്കൂട്ട വിചാരണയും അക്രമവുമാണ്. അവിടെ ബജ്രംഗദൾ പ്രവർത്തകർ കൂടിച്ചേരുകയും അവരവിടെ ഇവർക്കെതിരെ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തുകയും എന്തിന് കേരളത്തിൽ നിന്ന് പോയ എംപിമാർ ഏറെക്കുറെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നിവർ അവരോട് പറഞ്ഞു എന്നതടക്കം പറയുകയാണ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് പോലീസ് ഇടപെടലാണ്. അവിടെ നടന്നത് കൃത്യമായ രാഷ്ട്രീയ താല്പര്യത്തോടെയുള്ള ആൾക്കൂട്ടത്തിന്റെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കലും വിചാരണയും കൂടിയാണ്. അതുകൊണ്ടാണ് ഇത്ര വലിയ പ്രശ്നമുണ്ടായത്. ഇപ്പോൾ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടക്കുന്നുണ്ട് എങ്കിൽ അത് തെളിയിക്കേണ്ടത് നിയമമാണ്. അതിൽ നിയമം ഇടപെടുന്നതിനെ ആരും എതിർക്കുകയോ അതിനെതിരെ ശബ്ദിക്കുകയോ ചെയ്യില്ല. ഇവിടെ അങ്ങനെയല്ല ഉണ്ടായത്. ഉറപ്പാണോ? നിയമം ഇടപെടുന്നതിന് ആരും എതിർക്കുന്നില്ല. ഇവിടെ ഈ പറയുന്ന പോലെ സെക്ഷൻ 143 ഓഫ് BNS എന്ന് പറയുന്ന ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അതേപോലെ തന്നെ റിലീജിയസ് കൺവേർഷൻ ആക്ടിലെ സെക്ഷൻ 4 ഏർപ്പെടുത്തിയതും ഇവരെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കിയതും റിമാൻഡ് ചെയ്തതും ഇപ്പൊ ജാമ്യം നിഷേധിച്ചതും ഒന്നും പ്രശ്നമല്ലേ? ബജ്രംഗദൾ പ്രവർത്തകർ ആ വിഷയത്തിൽ ഇടപെട്ടു എന്നത് മാത്രമാണോ പ്രശ്നം? നോക്കൂ, ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഈ 3 സംഭവങ്ങൾ തുലനം ചെയ്ത് കാണിച്ചപ്പോഴാണ് ഈ 2 സംഭവങ്ങളിൽ ഇല്ലാത്ത ഒന്ന് ഛത്തീസ്ഗഡിൽ ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞത്. TTI അവരോട് ടിക്കറ്റ് പരിശോധന നടത്തിയതിനു ശേഷം പോലീസിനെ അറിയിച്ച് നിയമപരമായി അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്ന കാര്യം മാത്രമാണ് ഉണ്ടായതെങ്കിൽ അത് അങ്ങ് പറഞ്ഞതുപോലെ ഒരു ഡ്യൂ ലീഗൽ പ്രോസസ് എന്ന നിലയ്ക്ക് പരിഗണിക്കാം. പക്ഷെ അതിന് സമാന്തരമായി അവിടെ കൂടിച്ചേർന്ന ആൾക്കൂട്ടത്തിന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന SP അടക്കം അവിടെ എത്തുകയും അവർ പറയുന്നത് അനുസരിച്ചുള്ള മൊഴി നൽകുകയും ചെയ്തത് എന്ന ആരോപണങ്ങൾ കൂടിയുണ്ട്. ആൾക്കൂട്ടം അവിടെ ഉണ്ടായി, ആൾക്കൂട്ട വിചാരണ അവിടെ ഉണ്ടായി എന്ന കാര്യത്തിൽ BJPക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ അങ്ങേക്കത് പറയുകയുമാകാം. പിന്നെ ഈ ഡ്യൂ ലീഗൽ പ്രോസസ് നടക്കുന്നതിനിടയിൽ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല, മനുഷ്യക്കടത്തിൽ മതപരിവർത്തനവും നടത്തുന്നതുമായി ബന്ധമില്ല എന്ന് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണല്ലോ. ഈ ഡ്യൂ ലീഗൽ പ്രോസസ്സിൽ എന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ ആ റോൾ? നോക്കൂ, അവർക്ക് നീതിപൂർവകമായിട്ടുള്ള വിചാരണയ്ക്കുള്ള ന്യായമായിട്ടുള്ള തീർപ്പ് കൽപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ സംസ്ഥാന BJP നടത്തുമെന്നാണ് പറഞ്ഞത്. അതല്ലാതെ അവിടുത്തെ നിയമത്തിന്റെ പ്രക്രിയ അട്ടിമറിക്കുന്ന പോലെയുള്ള ഇടപെടലുകളൊന്നും BJP നടത്തുകയില്ല എന്നുള്ളത് ഞാൻ വ്യക്തമാക്കാം. ശരി, പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച BJP കേരളത്തിന്റെ കാർഡിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നിയമസഹായം ഉറപ്പാക്കും എന്നല്ല. അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് മതപരിവർത്തനവും മനുഷ്യക്കടത്തുമായി ബന്ധമില്ല എന്ന് BJP സംസ്ഥാന നേതൃത്വം ഛത്തീസ്ഗഡ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് മുൻധാരണയുണ്ട്. ഡ്യൂ ലീഗൽ പ്രോസസ്സിൽ നിയമസഹായം നൽകും എന്നല്ല പറഞ്ഞത്, ബന്ധമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാണ്. ശ്രീമതി മാധു, എന്തുകൊണ്ട് 2 സ്ഥലങ്ങളിൽ 2 വ്യത്യസ്തമായിട്ടുള്ള സമീപനങ്ങൾ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അത് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അങ്ങ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, 1968 മുതൽ മതപരിവർത്തന നിരോധന നിയമം നിലവിലുള്ള ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ആ നിയമം കൊണ്ടുവന്നത് BJP സർക്കാർ അല്ല. 1968 BJP ഉണ്ടായിട്ട് പോലുമില്ല. അന്ന് അവിടുത്തെ കോൺഗ്രസിന്റെ സർക്കാർ, പിന്നീട് വന്നിട്ടുള്ള ലോക്ദളിന്റെ സർക്കാരാണ് ഈ പറയുന്ന മതപരിവർത്തന എന്നോട് ക്ഷമിക്കണം, അങ്ങ് പറയുന്ന ചരിത്രത്തെ എനിക്ക് ബഹുമാനമുണ്ട്, എനിക്കത് കേൾക്കാൻ താല്പര്യവുമുണ്ട്. പക്ഷേ ഇത് 3ാമത്തെ ദിവസമാണ് കേരളത്തിലെ വിവിധ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും ചരിത്രപരമായ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങ് എന്നോട് പറഞ്ഞത് BJP ഉറപ്പ് നൽകിയത് ലീഗലായ സഹായം നൽകും എന്നാണ്. അങ്ങയുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ പേജിൽ BJP കേരളം പുറത്തിറക്കിയ കാർഡ് ഏതെങ്കിലും മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കിയ കാർഡല്ല. BJP കേരളം പുറത്തിറക്കിയ കാർഡിൽ പറയുന്നത് മതപരിവർത്തനവും മനുഷ്യക്കടത്തുമായി ബന്ധമില്ല എന്ന് BJP സംസ്ഥാന നേതൃത്വം ഛത്തീസ്ഗഡ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ധാരണയാണോ? ഇത് നിങ്ങൾ തന്നെ പറയുന്ന മുൻധാരണയാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങ് പറഞ്ഞ ഡ്യൂ ലീഗൽ പ്രോസസ്സിൽ എന്താണ് ഇതിന്റെ റോൾ? വളരെ കൃത്യമായിട്ട് ഈ കാര്യത്തിൽ BJPയുടെ നിലപാട് ഞാൻ വിശദീകരിക്കാം. ആ നിലപാട് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ചർച്ചയിൽ വന്നിട്ടുള്ളത്. അതല്ലാതെ നിങ്ങൾക്ക് ആ കാർഡ് മതിയായിരുന്നെങ്കിൽ പിന്നെ നിങ്ങളൊരു BJP പ്രതിനിധിനെ വിളിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ BJPയുടെ നിലപാട് വിശദീകരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് പറയാനുള്ള സമയം എനിക്ക് തരൂ. ഇവിടെയുള്ള സാഹചര്യം എന്താണ്? ഇവിടെ ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഛത്തീസ്ഗഡിലെ പോലീസ് ഒരു കേസ് എടുത്തിട്ടുണ്ട്. ആ കേസിലെടുക്കാൻ തക്കതായിട്ടുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. 2 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വന്നിട്ടുള്ള 2 കന്യാസ്ത്രീകൾ ഈ പറയുന്ന പർട്ടിക്കുലർലി വൾനറബിൾ ട്രൈബൽ ഗ്രൂപ്പ് എന്നിരുന്ന PVTG ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള, അതും നക്സൽ അഫക്റ്റഡ് മേഖലയായിട്ടുള്ള അംബുജുമാഡ് എന്ന് പറയുന്ന നാരായൺപൂർ ജില്ലയിൽ 3 ട്രൈബൽ പെൺകുട്ടികളെ അവരുടെ സമ്മതത്തിന് വിരുദ്ധമായിട്ട് ആഗ്രയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കേസ് എടുത്തിട്ടുള്ളത്. എന്നാൽ ആ കേസ് എടുത്തതിന് ശേഷമാണ് ക്രിസ്ത്യൻ സഭകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഉണ്ടാവുന്നത്. സ്വാഭാവികമായി സഭാ പ്രതിനിധികൾ BJPയുടെ നേതൃത്വവുമായി ബന്ധപ്പെടുന്നു. ഈ കാര്യത്തിൽ ഒരു തെറ്റിദ്ധാരണയാണ് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു മതപരിവർത്തനത്തിനുള്ള ശ്രമം ഞങ്ങൾ നടത്തിയിട്ടില്ല, അങ്ങനെ ഒരു മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട യാതൊരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. അവിടുത്തെ ഛത്തീസ്ഗഡിലെ പോലീസ് അതിൽ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിട്ടുള്ളത് എന്ന് അറിയിക്കുന്നു. സ്വാഭാവികമായിട്ട് കേരളത്തിലെ BJP സർക്കാരിന് കേരളത്തിലെ സഭകളുമായിട്ടുള്ള നല്ല ബന്ധം മുൻനിർത്തിക്കൊണ്ട് ആ കാര്യത്തിൽ സഭയുടെ ആശങ്കയും സഭയുടെ ഈ കാര്യത്തിലുള്ള പ്രതിഷേധവും ഛത്തീസ്ഗഡിലെ BJPയുടെ ഗവൺമെന്റിനെ അറിയിക്കാനുള്ള ന്യായമായിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് BJP അവിടുത്തെ ലീഗൽ പ്രോസസ്സിനെ ഏതെങ്കിലും നിലയിൽ അട്ടിമറിക്കുന്നു, അതായത് അവിടെ യഥാർത്ഥത്തിൽ മതപരിവർത്തനം നടന്നിട്ടുണ്ട്
ഉണ്ടെങ്കിലും അവരെ വെറുതെ വിടണമെന്നോ അതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നടന്നത് മനുഷ്യക്കടത്താണെങ്കിലും അത് സാരമാക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടൊന്നും BJPക്ക് ഇല്ല. അവിടെ ഉണ്ടായ കാര്യത്തിൽ എന്താണ് നടന്നത് എന്നുള്ള കൃത്യമായ ന്യായമായിട്ടുള്ള അന്വേഷണം വേണം. ആ ന്യായമായിട്ടുള്ള അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി തീരുമാനിക്കേണ്ട നിരപരാധിയാണോ അപരാധിയാണോ എന്നുള്ള കാര്യം അത് നിയമപ്രക്രിയയിലൂടെയാണ് അപരാധിത്വവും നിരപരാധിത്വവും തെളിയിക്കപ്പെടേണ്ടത്. ആ കാര്യത്തിൽ ന്യായമായിട്ടുള്ള അന്വേഷണം വേണോ എന്നുള്ള ആവശ്യം മാത്രമേ BJP മുന്നോട്ട് വെക്കുന്നുള്ളൂ എന്നുള്ളതാണ് എന്റെ പക്ഷം. ശരി, അങ്ങയുടെ ആ പക്ഷം ആണ് ഞാൻ ആവർത്തിച്ച് ചോദ്യം ചെയ്തത്. ന്യായമായ അന്വേഷണം വേണം എന്നുള്ളതാണ് BJPയുടെ നിലപാട്. നിയമസഹായം നൽകാം എന്ന കാര്യമാണ് BJP പറഞ്ഞത് എന്ന് അങ്ങ് ആവർത്തിച്ച് പറയുന്നു. ഈ കാർഡ് തെറ്റാണ് എന്ന് അങ്ങ് പറഞ്ഞതിനാലാണ് എനിക്ക് ചോദിക്കേണ്ടി വന്നത്. ആ കാർഡ് മതിയായതാകണമായിരുന്നുവെങ്കിൽ, അങ്ങയുടെ ഭാഷയിലാണ് അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് ഞാൻ പറഞ്ഞത്, ആ കാർഡ് മതിയായതാകണമായിരുന്നുവെങ്കിൽ അങ്ങ് അതിനെ സാധൂകരിക്കണമായിരുന്നു. പക്ഷേ ഇതിനകത്ത് കൃത്യമായി പറയുന്നത് നീതിയുക്തമായ അന്വേഷണം നടക്കണം എന്നുള്ളതല്ല, മതപരിവർത്തനവും മനുഷ്യക്കടത്തുമായി ബന്ധമില്ല എന്ന് BJP സംസ്ഥാന നേതൃത്വം ഛത്തീസ്ഗഡ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങയുടെ BJP സംസ്ഥാന അധ്യക്ഷനുമായി അതിൽ സംസാരിച്ചൊരു ക്ലാരിറ്റി വരുത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ സഭയുടെ പ്രതിഷേധവും ആശങ്കയും അറിയിച്ചിട്ടുണ്ട് എന്നൊരു വരി കൂടി ഇതിൽ കാണുന്നില്ല. സഭയുടെ പ്രതിഷേധവും ആശങ്കയും അറിയിച്ചിട്ടുണ്ടായിരിക്കാം, ഒരുപക്ഷെ അതിനാണല്ലോ അനൂപ് ആന്റണി അടക്കം പറഞ്ഞു വിട്ടത്. പക്ഷേ അവിടെ അവർക്ക് ബന്ധമില്ല എന്ന കാര്യം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോഴും അങ്ങയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഫേസ്ബുക്ക് പേജിൽ കിടക്കുന്ന കാർഡിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്. ഞാൻ അങ്ങേക്ക് വരാം. ശ്രീ എസ് കെ സജീഷ്, ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഞാൻ BJPയുടെ പ്രതിനിധിയിലേക്ക് പോയപ്പോൾ 2021 സംഭവം, ഇവിടെയും ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന് കേസെടുത്തിട്ടുണ്ട് സന്യാസിനിമാർക്കെതിരെ എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്നാണ് ഈ മാധ്യമങ്ങളിലടക്കം അവരെ അക്യൂട്ട് ചെയ്തുകൊണ്ടുള്ള വാർത്ത വരികയും ചെയ്തത്. ഇത് വളരെ ടൈംലി ആയി സംഭവിച്ചൊരു കാര്യമാണ്. ഇവിടെയും ഇത് തന്നെയാണ്, ഇരട്ടത്താപ്പ് ഇവിടെയും ഉണ്ട് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ വിമർശനം ഉന്നയിക്കപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങളുടെ MP-മാർ അവിടെ ചെല്ലുന്നു, അവിടെ അവർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഇത് നീതിയുക്തമല്ല, ന്യായയുക്തമല്ല, ഇത് നമ്മുടെ സംവിധാനത്തിന് തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ കൃത്യമായ ഇടപെടലുകളാണ്. നമ്മുടെ നാട്ടിലുള്ള മലയാളികളായ 2 പേർ അവിടെ അനീതിക്കിരയാകുന്നു എന്ന തോന്നൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കുണ്ടെങ്കിൽ കൃത്യമായും അവിടെ ചെല്ലേണ്ടതും സഹായഹസ്തം നീട്ടേണ്ടതും അവിടുത്തെ സാഹചര്യം എന്താണെന്ന് തുറന്നു കാണിക്കേണ്ടതുമാണ്. പക്ഷെ നിങ്ങൾക്കെതിരെയും വിരൽ ചൂണ്ടുന്നു BJP. ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താണ് സാഹചര്യം എന്നുള്ളതാണ്. ഇവിടെ ഉണ്ടായ കാര്യങ്ങൾ നേരത്തെ ഈ ചർച്ചയിൽ തന്നെ പരാമർശിക്കപ്പെട്ടു പോയതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനായ TT അവിടെ ആളുകളെ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ട് അദ്ദേഹത്തിന് തോന്നിയാൽ പോലും അറിയിക്കേണ്ടത് ആരെയാണ്? പോലീസിനെയാണോ അറിയിക്കുന്നത്? RSSൻ്റെ ഒരു ദളമായിട്ടുള്ള ബജ്രംഗ് ദൾ പ്രവർത്തകരെയാണ് അറിയിക്കുന്നത്. അവർ വന്ന് കൂട്ടത്തോടെ ഇവരെ പരസ്യമായ വിചാരണയ്ക്ക് തെരുവിൽ വിധേയമാക്കുകയാണ്. അതിക്രൂരമായ രീതിയിൽ ഇവരോട് പെരുമാറുകയാണ്. ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവർ എന്തിനാണ് പോകുന്നതെന്നും അവർ ജോലിക്ക് പോവുകയാണ് എന്നെല്ലാം വ്യക്തമാക്കിയിട്ട് പോലും ഇവരുടെ സമ്മർദ്ദത്തിൻ്റെയും പോലീസ് സ്റ്റേഷനകത്ത് പോലും ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാകുന്നു. ഇതൊന്നും മറ്റൊരിടത്തും കാണാൻ കഴിയുന്ന അനുഭവമല്ല. അതിനുശേഷം എന്തെല്ലാം സമീപനമാണ് സ്വീകരിച്ചത്? ഇവർക്കെതിരെ ചുമത്താവുന്ന കുറ്റങ്ങളെല്ലാം ചുമത്തുകയാണ്. 10 വർഷം കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ വരെ ഇവരുടെ മേൽ ചുമത്തുന്നു. ഏറ്റവും ഒടുവിൽ 5 ദിവസം ഇപ്പോൾ അവർ റിമാൻഡിൽ ജയിലിൽ കഴിയുമ്പോൾ അവിടുത്തെ സർക്കാർ സ്വീകരിച്ച സമീപനം എന്താണ്? സർക്കാർ അവരുടെ ജാമ്യാപേക്ഷയെ എതിർത്തു. അവിടെ അവസാനിക്കുന്നുണ്ടോ? സർക്കാർ ജാമ്യാപേക്ഷയെ എതിർക്കുന്ന സമയത്ത് ബജ്രംഗ് ദളിന് വേണ്ടി പ്രോസിക്യൂട്ടർക്ക് പുറമെ 5 വക്കീലന്മാർ അവിടെ ഹാജരാകുന്നുണ്ട്. അവരെല്ലാവരും കൂടി ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു രാജ്യദ്രോഹ പ്രവൃത്തിയാണ്, അതുപോലെ തന്നെ തീവ്രവാദ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഇത് NIA നിയമം അനുസരിച്ച് ഇത് അന്വേഷിക്കണം. ഇവിടെ മറ്റു കോടതികളിലേക്കൊന്നും പോകാൻ വേണ്ടി പറ്റില്ല. NIA കോടതിയിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങണം എന്ന നിലപാട് സ്വീകരിച്ചു. അതിനോടൊപ്പം തന്നെ അവിടുത്തെ സർക്കാരിൻ്റെ BJP സർക്കാരിൻ്റെ പ്രോസിക്യൂഷനിൽ നിന്നും, അതായത് ബജ്രംഗ് ദൾ അഭിഭാഷകർ ഉന്നയിച്ച കാര്യങ്ങളിൽ മൗനം പാലിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്തുകൊണ്ട് NIA കോടതി ഇത് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ, തുടർ അന്വേഷണം നടത്തുന്ന രീതിയിൽ, ഒരു രാജ്യദ്രോഹ കുറ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ ഈ കേസിനെ കൈകാര്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അവർക്ക് ജാമ്യം കൊടുക്കാൻ സെഷൻസ് കോടതിക്ക് അധികാരമില്ല എന്ന് വാദിക്കുന്നത് സർക്കാരിൻ്റെ അഭിഭാഷകനാണ്. അങ്ങനെ വാദിച്ചുകൊണ്ട് ഇവരെ എക്കാലത്തെയും ജയിലിലടക്കാനും ക്രൂരമായ സമീപനം സ്വീകരിക്കാനും എല്ലാമുള്ള രീതിയാണ് അവിടെ ഉണ്ടായത് എന്ന് നാം കണ്ടിട്ടുള്ളതാണ്. ഇത്തരം രീതിയൊന്നും മറ്റൊരിടത്തും കാണാൻ വേണ്ടി കഴിയില്ല. അത്തരം രീതി ഒരിടത്തും കേരളത്തിൽ സ്വീകരിച്ചിട്ടില്ല.
ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പരാതിയിൽ ചിലപ്പോൾ കേസുകൾ ഉണ്ടായേക്കാം, അത് സ്വാഭാവികമാണ്. അത്തരത്തിലുള്ള സംഭവങ്ങളല്ലാതെ ഇവിടെ ഉന്നയിച്ച ഒരു കാര്യങ്ങളും ഈ തരത്തിലുള്ള ഒരു ചിത്രവും നമ്മുടെ മുന്നിൽ ഓർമ്മയിലോ അല്ലെങ്കിൽ പ്രതിഷേധിക്കാവുന്ന നിലയിലേക്ക് മാറുന്നതോ ആയ ഒരു അനുഭവവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം കേരളം മതനിരപേക്ഷ കേരളമാണ്, എല്ലാവരുടെയും ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നിടമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കേരള സ്റ്റോറി ഉണ്ടാക്കി കേരളത്തെ അവമതിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇവിടെ എല്ലാവരും ഒരുമിച്ച് സൗമ്യമായി സ്വസ്ഥമായി ജീവിക്കുമ്പോൾ അത് നിങ്ങൾക്ക് സഹിക്കുന്നില്ല. അതാണ് സംഘപരിവാരത്തിൻ്റെ പ്രശ്നം. ഇവിടെ RSSൻ്റെ വിവിധ ദളങ്ങളാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകണം. ഇതൊരു വല്ലാത്ത രീതിയിലുള്ള സംഘടനയാണ് സംഘപരിവാരം, RSS എന്ന് പറഞ്ഞാൽ. അതിന് ഓരോന്നിനും ഓരോ പ്രവൃത്തി ചെയ്യാനും ഓരോതായ കൈകളുണ്ടതിന്. അതിൽ രാഷ്ട്രീയം ഭരണം കൈകാര്യം ചെയ്യാനുള്ള കൈയാണ് BJP എങ്കിൽ മറ്റൊരിടത്ത് ഈ ബജരംഗ് ദൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള ഒരു സംഘമാണ്. അങ്ങനെ ഒരുപാട് മേഖലയിൽ ഏതെല്ലാം മേഖലയിൽ അവർ ഇടപെടുന്നുണ്ടോ ആ തരത്തിലെല്ലാം അവരുടെ കൈകളുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഇതെല്ലാം അദൃശ്യമായി നിൽക്കുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം, ഏറ്റവും ഒടുവിൽ വിചാരധാരയിൽ ക്രിസ്ത്യാനികളെ ശത്രുവായി പ്രഖ്യാപിച്ചു എന്നത് പറയുന്നത് പഴയ കാര്യമാണ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം 2014 RSS വളരെ വ്യക്തമായി അവരുടെ 5 ആഭ്യന്തര ശത്രുക്കളെ അവർ കൃത്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി ഈ രാജ്യത്ത്. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ഒന്നാമത്തത് മുസ്ലിങ്ങൾ, അതുപോലെ തന്നെ മാർക്സിസ്റ്റുകൾ, മിഷണറീസ്, മെറ്റീരിയലിസ്റ്റ്, അതുപോലെ തന്നെ മെക്കാളിസ്റ്റ്. ഇതിൽ മിഷണറികളെയും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്നത്. ഈ രീതിയിൽ ശത്രു പട്ടികയിൽ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വിഭാഗങ്ങളെ അവർ എക്കാലത്തും കാണുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ ശത്രുത വെച്ചുകൊണ്ടാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത്. അവർക്ക് അവരുടെ ഒറ്റ വാചകത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ആളുകളുണ്ട്. ആ തെറ്റിദ്ധാരണ എങ്ങനെയാണ്? ഇവർക്കൊരു ലക്ഷ്യമുണ്ട്. RSSൻ്റെ ലക്ഷ്യം എന്ത്? ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തിൽ ആരെങ്കിലും അവരുടെ കിരീടങ്ങളോ അവരുടെ കേക്കുകളോ അവരുടെ മറ്റു മധുരപലഹാരങ്ങളോ തലോടലുകളോ കൂടച്ചേരലുകളോ കണ്ടുകൊണ്ട് വീണു പോകരുത്. അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അതിഭീകരമായ ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യത്തെയും തകർക്കുക എന്ന സംഘപരിവാരത്തിൻ്റെ RSSൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ആ മാർഗത്തിൽ നമ്മൾ വീണുപോയാൽ നമ്മൾ അപകടത്തിൽപ്പെടും. അതുകൊണ്ട് ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ അത്തരം അപകടത്തിൽപ്പെട്ടവർക്കും RSS എന്ത് എന്ന് മനസ്സിലാക്കാൻ, RSS നിയന്ത്രിക്കുന്ന BJP ഗവൺമെൻറ് എന്തെന്ന് മനസ്സിലാക്കാൻ ഈ സംഭവം സഹായകരമായിട്ടുണ്ട്. അത് പൊതുവെ നമ്മുടെ നാടിന് പുതിയ ചിന്തയുണ്ടാക്കാൻ സഹായകരമാകും എന്നതുകൂടി ഇതിന്റെ കൂടെ സൂചിപ്പിച്ചു വെക്കുകയാണ്. ശരി, ഫാദർ ടോം ഒലിക്കരക്കോട്ടെ, ഇപ്പോൾ സംഘപരിവാർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിന്റെ രാഷ്ട്രീയ എതിരാളികൾ, വിമർശകർ എല്ലാ കാലത്തും പറയുന്ന ഒന്നാണ് ഒടുവിൽ അവർ നിങ്ങളെയും തേടി വരും എന്നുള്ളത്. അങ്ങനെ തേടി വന്നു എന്നൊരു തിരിച്ചറിവ് കേരളത്തിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് തെരുവിൽ കണ്ടത് അതിന്റെ പ്രതിഫലനമാണോ? എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിനൊക്കെ തള്ളി പറയേണ്ടി വരുന്ന സാഹചര്യം സഭകൾക്കുണ്ടാകുന്നത് വേട്ടയാടപ്പെടുന്നു എന്ന തിരിച്ചറിയൽ നിങ്ങൾക്കുണ്ടായതുകൊണ്ടാണോ? നമ്മൾ ഇന്ന് ഈ സിസ്റ്റേഴ്സിൻ്റെ വിഷയവുമായി ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ നടക്കുന്ന വലിയ ഒരു അനീതിയെ നമ്മൾ കണ്ടു. അതിനെക്കുറിച്ച് ഭാരതത്തിലെ പൊതുസമൂഹം, രാഷ്ട്രീയ തിമിരം ബാധിക്കാത്ത എല്ലാവരും അത് അനീതിയാണെന്ന് തിരിച്ചറിഞ്ഞു. വ്യക്തമായ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഈ ജാമ്യം നിഷേധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. കാരണം മജിസ്ട്രേറ്റ് കോടതിയിലോ സെഷൻ കോടതിയിലോ ജാമ്യം കിട്ടാനോ ഈ കേസ് പരിഗണിക്കാനോ പറ്റാത്ത വിധത്തിലുള്ള വളരെ ആലോചിച്ച് ആസൂത്രണം ചെയ്ത ഒരു കുറ്റപത്രമാണ് സമർപ്പിക്കപ്പെട്ടത്. അതിൽ ചാർത്തപ്പെട്ട വകുപ്പുകളിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യക്കടത്ത്, ഇതൊക്കെയും ഈ കേസ് കൃത്യമായി NIAയുടെ കോടതിയിലേക്ക് എത്തണമെന്നുള്ള മുൻകൂട്ടിയുള്ള ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ സംശയിച്ചാൽ അതിൽ തെറ്റില്ല. കാരണം ആദ്യമേ കുറ്റപത്രം തയ്യാറാക്കുമ്പോൾ അതിലില്ലാത്ത വകുപ്പുകൾ പിന്നീട് അതിൽ ചാർക്കുന്നതും തുടക്കം മുതൽ ഈ സമയം വരെയുള്ള ഇടപെടലുകളിലെ ദുരൂഹതകളും വർഗീയ ശക്തികൾ, സങ്കുചിത താല്പര്യമുള്ള പ്രസ്ഥാനങ്ങൾ ഭരണകൂടങ്ങൾക്കോ നിയമവ്യവസ്ഥിതിക്കോ ഒക്കെ മീതെ വളർന്ന് അതിനെ ചൊൽപ്പടിക്ക് നിർത്താൻ ശ്രമിക്കുന്നതിൻ്റെ വളരെ ദയനീയമായ കാര്യമാണ്. ഫാദർ ടോം ഒലിക്കരക്കോട്ടെ, ഒരു ക്രൈം നടന്നു എന്ന് വിചാരിക്കുക. ആ FIR-ൽ പറയുന്ന 2 ക്രൈമുകളും നടന്നിട്ടുണ്ട് എന്നു തന്നെ വിചാരിക്കുക. അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ FIR-ൽ പറയുന്ന ക്രൈം നടന്നിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കുക. അപ്പോഴും അത് സർക്കാരിനും
ക്രൈം ചെയ്തവർക്കും ഇടയിൽ, നിയമ സംവിധാനത്തിനും കുറ്റവാളികൾക്കും ഇടയിൽ വേണമല്ലോ നടക്കാൻ. ഇവിടെ പക്ഷേ ഇന്ന് ഈ വിധി വരുമ്പോൾ അവിടെ രാഷ്ട്രീയ ആഘോഷ പ്രകടനങ്ങൾ കൂടി ഉണ്ടാവുകയാണ്. അത് ഒരു വല്ലാത്തതരം അനുഭവവും വല്ലാത്തതരം രാഷ്ട്രീയ പ്രഖ്യാപനവുമാണ്. ഞാൻ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. അതാണ് ഞാൻ സൂചിപ്പിച്ച വാചകവും അതുതന്നെയാണ്. നിയമ സംവിധാനത്തിൻ്റെ മേൽ വർഗീയ താല്പര്യമുള്ള സംഘടനകൾ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് തിരിച്ചറിയുന്നത്. അവരുടെ തീട്ടൂരങ്ങൾക്കനുസരിച്ച് നിയമം നിർമ്മിക്കാനോ ക്രമസമാധാന ചുമതലയുള്ള പോലീസോ ഗവൺമെൻറ്റോ ഒക്കെ അവർക്ക് വിധേയപ്പെടേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് നമ്മുടെ രാഷ്ട്രം എത്തി നിൽക്കുകയാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആ സംഭവിക്കുന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് എന്നു മുതലാണ് നമ്മുടെ ന്യൂനപക്ഷങ്ങൾ ഭയപ്പാടിൽ ജീവിക്കേണ്ടി വരുന്നത്? ആ കാരണത്തെക്കുറിച്ചാണ് നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത്, രാഷ്ട്രീയമായ കുറ്റപ്പെടുത്തലുകൾക്കോ ഒക്കെ അതീതമായിട്ട്. ആ കാരണം എന്ന് പറയുന്നത് ഒറ്റ കാര്യം കൂടി അതായത് ഇന്നിപ്പോ ഇവിടെ നിന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം ഛത്തീസ്ഗഡിലേക്ക് പോയ അനൂപ് ആന്റണി ഈ കോടതി മുറിയുടെ പുറത്തു വെച്ച് പറഞ്ഞ ഒരു കാര്യം, അവിടെ പ്രോസിക്യൂഷൻ ജാമ്യത്തെ എതിർത്തില്ല എന്നാണ്, എല്ലാ സഹായവും നൽകാൻ ആണ് സർക്കാർ നൽകുകയാണ് എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് വിധി പുറത്തു വരുമ്പോൾ സർക്കാർ കർശന ബുദ്ധിയോടെ അതിനെ എതിർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനിയും മതപരിവർത്തനം നടക്കുമെന്നടക്കം നിലപാട് സ്വീകരിച്ചതായും കാണാം. നിങ്ങൾ ഇതിൽ ഏത് നിലപാടിനെയാണ് വിശ്വസിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്. എന്നെ കൊണ്ടത് പൂർത്തിയാക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെയും ഈ വർഗീയ ശക്തികളെ ഒരു താൽക്കാലിക ലാഭത്തിന് വേണ്ടി പ്രീണിപ്പിക്കുന്ന നടപടിയുണ്ട്. അത് ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും. 1968 മധ്യപ്രദേശിൽ കോൺഗ്രസ് ഗവൺമെന്റ് മൃദുഹിന്ദുത്വ സമീപനത്തിന്റെ ഭാഗമായി തുടങ്ങിവെച്ച നിയമത്തിന്റെ പരിണിതഫലമാണല്ലോ ഇന്ന് ഈ 2 സിസ്റ്റേഴ്സ് അറസ്റ്റ് ചെയ്യപ്പെടാനിടയായത്, അനവധി ക്രൈസ്തവർക്കെതിരെ പീഡനങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയും താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഇങ്ങനെയുള്ള വർഗീയ ശക്തികളെ സഹായിക്കുകയും അവരെ അഴിഞ്ഞാടാൻ അനുവദിക്കുകയും ചെയ്യുന്നതാണ് ഈ വിപത്തിന്റെ കാരണം. നമ്മളിവിടെ സഭ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾക്കൊരു രാഷ്ട്രീയവുമില്ല, വളരെ കൃത്യമായി പറയുകയാണ്. 1998 BJP ഗവൺമെന്റ് മുതൽ ഈ 2025 വരെയുള്ള ഇന്ത്യയിൽ നടന്ന ക്രൈസ്തവ പീഡനത്തിന്റെ ഒക്കെയും എണ്ണം നല്ല ഓർമ്മയുണ്ട്. കേരളത്തിൽ ഞങ്ങൾ അനുഭവിച്ച അധിക്ഷേപങ്ങളെക്കുറിച്ചും ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ കേരളത്തിലും സിസ്റ്റേഴ്സ് ആക്ഷേപിക്കപ്പെട്ടിട്ടില്ലേ? എത്രയോ കേസുകൾ നമുക്കതിന് ഉദാഹരണം പറയാനുണ്ട്. ഞങ്ങൾ അങ്ങനെ മറവിയുള്ളവരല്ല, പക്ഷെ ഞങ്ങൾ അപാരമായ ക്ഷമയുള്ളവരാണ്. അതുകൊണ്ടാണ് സിസ്റ്റർ റാണി മരിയെ കുത്തിവീഴ്ത്തിയ ഘാതകന് വീട്ടിലെത്തിയപ്പോൾ അമ്മ തന്നെ ആഹാരം വിളമ്പി കൊടുക്കുന്നു സിസ്റ്ററിന്റെ. അപ്പോൾ ക്ഷമയുണ്ട് എന്ന് കരുതി മറവി ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം. അതുകൊണ്ട് ഇവിടെ നടക്കുന്നത്, ക്രൈസ്തവ സമൂഹം പല രീതിയിൽ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, സ്വാഭാവിക നീതി നിഷേധിക്കപ്പെടുന്നുണ്ട്. നമുക്ക് ഭരണഘടനയുടെ പവിത്രത മാനിക്കപ്പെടുന്ന രീതിയിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെയുള്ള സംഘടനകളെ നിയന്ത്രിക്കാൻ തയ്യാറാവുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും ഒരാനുകൂല്യവും ആവശ്യമില്ല, നിയമം അതിൻ്റെ രീതിയിൽ നടക്കണം. പക്ഷെ നിയമത്തെ VHPയുടെ വഴിക്ക്, ബജരംഗദളിന്റെ വഴിക്ക്, അതല്ലെങ്കിൽ ABVPയുടെ വഴിക്ക് നടത്താൻ ശ്രമിക്കുന്നതിനെയാണ് ഇന്ന് ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടേയിരിക്കുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടെല്ലാം സഭയ്ക്ക് ഒരേ സമീപനമാണ്. അവർ രാഷ്ട്ര നിർമ്മിതിയിൽ ഏർപ്പെടുന്നവരായതുകൊണ്ട് ഞങ്ങൾ അവരോട് കലഹത്തിനല്ല, നിരന്തര സംഭാഷണത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നു. ശരി, ഞാൻ ഒരു കാര്യം ചോദിച്ചിരുന്നു, ഏത് നിലപാടാണ് സഭയ്ക്ക് വിശ്വാസം എന്ന് ചോദിച്ചിരുന്നു. അങ്ങത് വിശദീകരിക്കുന്നതിനിടയിൽ പറഞ്ഞു, ഞാൻ കേട്ടില്ല. അടുത്ത ഊഴത്തിൽ ഞാൻ അങ്ങിലേക്ക് വരികയും ചെയ്യാം. പിന്നെ ഈ പറയുന്ന വർഗീയ ശക്തികളുടെ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാരുകൾ ഇടയ്ക്കിടയ്ക്ക് സ്വീകരിക്കുന്ന ചില നിലപാടുകൾ, താൽക്കാലികമാണെങ്കിലും സ്വീകരിക്കുന്ന നിലപാട് എന്ന വിമർശനം അങ്ങ് ഇന്ന് ഉന്നയിക്കുമ്പോൾ, ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കം എല്ലാവരും, ഹിന്ദു ഐക്യവേദി അടക്കമുള്ളവർ പറയുന്നത് ഇവിടുത്തെ വോട്ട് നോക്കി BJP ഈ നിലപാടെടുക്കുന്നു എന്ന വിമർശനം BJP നേതൃത്വത്തിനെതിരെ RSSും അതിൻ്റെ എല്ലാ ഘടകങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്രിസ്ത്യൻസിന് വോട്ട് നോക്കിയിട്ടാണ് ആ നിലപാടെടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ഇതിലേത് നിലപാടാണ് സഭയ്ക്ക് വിശ്വാസം എന്ന ചോദ്യം ചോദിച്ചത്. ഞാൻ അങ്ങേക്ക് വരാം. ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ MP-മാർ വലിയ തോതിലുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് പാർലമെന്റിന്റെ നടുത്തളത്തിൽ ഇറങ്ങിയുള്ള പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഇത് വലിയ വിമർശനം തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഇത്
സംവിധാനത്തിനെതിരെയുള്ള കോൺസ്റ്റിറ്റ്യൂഷനെതിരെയുള്ള വലിയ പ്രതിഷേധമാണ് എന്നതടക്കം തന്നെ പറയുന്നുണ്ട്. അമിത്ഷായെ കണ്ടിട്ടുണ്ട്, പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്, കൂടിക്കാഴ്ച ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടുത്തെ BJP ഘടകം അവിടുത്തെ BJP ഘടകത്തോട് തന്നെ പറഞ്ഞിട്ട് നടക്കാത്ത ഒരു കാര്യം, കോൺഗ്രസിന്റെ CPM-ന്റെ MP-മാർ സംയുക്തമായ ഒരു ആവശ്യം ഉന്നയിച്ചാൽ കേന്ദ്രം ഇതിൽ ഇടപെടും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല മാധു, ഇതിൽ ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നടന്നതുകൊണ്ട് നമ്മളെല്ലാവരും ഞെട്ടി എന്ന് ചില ആളുകളൊക്കെ പെട്ടെന്ന് ഞെട്ടുക. ഇങ്ങനെ ഞെട്ടലൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുക. ഫാദർ സ്റ്റാൻ സ്വാമിക്ക് കുടിവെള്ളം പോലും നിഷേധിച്ചുകൊണ്ട് മരണത്തിലേക്ക് വഴിയൊരുക്കിയപ്പോൾ ഇത്ര വലിയൊരു വിലാപം കണ്ടില്ല. അന്നും ഈ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകൾ തെരുവ് നിറഞ്ഞും തെരുവിനകത്തും പാർലമെന്റിനകത്തും ഒക്കെ നിരന്തര സമ്മർദ്ദങ്ങളും പ്രതിഷേധങ്ങളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും ഞങ്ങളുടെ കൂടെ അധികം പേരുണ്ടായിരുന്നില്ല എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുക. 2023 734 ആസൂത്രിത അക്രമങ്ങൾ ക്രൈസ്തവർക്കെതിരെ മാത്രം ഈ രാജ്യത്ത് അരങ്ങേറി. 2024 അത് 864 വർദ്ധിച്ചു. ഈ വർഷം മാത്രം 2025 ജൂൺ മാസം വരെ 376 നടന്നു കഴിഞ്ഞു. ഇതൊക്കെ ആസൂത്രിതമായിട്ട് സംഘപരിവാറിന്റെ പരിവാർ സംഘടനകൾ നടപ്പാക്കുന്നതാണ്. ക്രൈസ്തവ സഭകൾക്കും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കും അതുപോലെ സന്യസ്തർക്കും പുരോഹിതർക്കും വിശ്വാസികൾക്കുമെതിരെ, മറ്റ് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്നത് ആയിരക്കണക്കിന് അക്രമങ്ങളുണ്ട്. അത് വേറെ നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം നടക്കുമ്പോൾ ഈ മണിപ്പൂർ എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് അക്രമങ്ങൾ നമ്മൾ ഇത് കൂട്ടിയിട്ട് പോലുമില്ല. അപ്പോൾ ഇതെല്ലാം നടക്കുമ്പോൾ ചിലരൊക്കെ സ്വയം സമ്മതമായിട്ടുള്ള ചില മൗനത്തിലായിരുന്നു. ഇന്ന് പെട്ടെന്ന് വരുന്നതിന്റെ കാരണം കൂടി നമുക്ക് പരിശോധിക്കണമല്ലോ. ഇവിടെ നീതി നടപ്പാക്കുമെന്ന പറയാ. ഞാൻ പറയുന്നത് ഈ 2 കന്യാസ്ത്രീമാർക്ക് നീതി ഓൾറെഡി നിഷേധിക്കപ്പെട്ടു. അവര് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ 6 ദിവസം ജയിലിലടക്കപ്പെട്ടപ്പോൾ തന്നെ അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടു. ഇനി അവർക്ക് ജാമ്യം കിട്ടുന്നത് പോലും നീതിയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ജാമ്യം കിട്ടിയാൽ മാത്രം പോരാ, അവർ 6 ദിവസം അകാരണമായി കുറ്റം ചെയ്യാതെ തന്നെ ജയിലിൽ കിടന്നതിന് പരിഹാരം കൂടി ചെയ്യപ്പെടുമ്പോഴാണ് അവർക്ക് നീതി നടപ്പാക്കപ്പെടുക. ആ കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇവിടെ കോടതികളെ പോലും ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംഘപരിവാർ സംഘടനകൾ, ബജറംഗ് ദൾ അല്ലെങ്കിൽ ശ്രീരാമസേന, ഹനുമാൻ സേന, വിശ്വഹിന്ദു പരിഷത്ത് പോലെയുള്ള സേനകൾ വളരുമ്പോൾ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ മൗനത്തിലാണ്, അല്ലെങ്കിൽ ഇവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ നമുക്ക് പ്രതിഷേധിക്കണ്ടേ? ഇവിടെ കുർബാന വിലക്ക് വരുന്നുണ്ട്, ഇവിടെ കുരിശിന്റെ വഴി തടയപ്പെടുന്നുണ്ട്, ഇവിടെ മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനകൾ തടയപ്പെടുന്നുണ്ട്, പ്രാർത്ഥന കൂട്ടായ്മകൾ തടയപ്പെടുന്നുണ്ട്, തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് കന്യാസ്ത്രീകൾക്കും പുരോഹിതർക്കും തെരുവിൽ നടക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്, കൊന്തയും വെന്തിങ്ങയും ധരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പ്രതിഷേധിക്കേണ്ടത് നമുക്ക്. ഈ കേരളത്തിന് പുറത്ത് മുഴുവൻ സംസ്ഥാനങ്ങളിലും ആസൂത്രിതമായിട്ട് അക്രമം നടക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും പത്രങ്ങളിൽ ലേഖനം എഴുതിക്കൊണ്ടോ പ്രാർത്ഥന കൂട്ടായ്മ സഹായം സ്വീകരിച്ചത് കൊണ്ടോ മെഴുകുതിരി പ്രതിഷേധം നടത്തിക്കൊണ്ട് മാത്രം കാര്യമില്ല. അവരൊക്കെ അരമനകൾ കയറി വന്ന്, പള്ളിമേടകൾ കയറി വന്ന് കേക്കും അല്ലെങ്കിൽ മധുരപലഹാരവും കള്ളച്ചിരിയും ഒക്കെ പങ്കുവയ്ക്കുമ്പോൾ, കൈമുത്തൽ നടത്തുമ്പോൾ വീണു പോകാൻ പാടില്ല. കൈവിലങ്ങും കാരാഗ്രഹവും കൽത്തുറുങ്കും കൊല്ലും കൊലവിളിയും കൊലപാതകം നടത്തുമെന്ന് നമ്മൾ തിരിച്ചറിയണ്ടേ? ഇവിടെ നമ്മുടെ പുരോഹിതരെ ആക്രമിക്കുമ്പോൾ, നമ്മുടെ കന്യാസ്ത്രീകൾക്ക് റെയിൽവേയിൽ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, പൊതുജീവിതം തടസ്സപ്പെടുത്തുമ്പോൾ നമ്മൾ എതിർക്കണ്ടേ? ഇത് ഒറ്റ ദിവസത്തെ എതിർപ്പിൽ നിന്ന് പോയേക്കൂടാ. ജന്തർ മന്ദിറിൽ 79 സംഘടനകൾ ഒന്നിച്ച് നടത്തിയ പ്രതിഷേധത്തിൽ നിന്ന് പോയിക്കൂടാ. ഇത് നിരന്തരം എതിർക്കപ്പെടണം. സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന ആസൂത്രിത അക്രമങ്ങളെ നിരന്തരം എന്നോണം എന്നും നമ്മൾ എതിർക്കണം. അത് ഇടവേളകൾ ഇട്ട് ചെയ്താൽ പോരാ. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. ഇവിടെ ഈ വർഷം മാത്രം നമ്മുടെ വരാപ്പുഴയിലുള്ള ലീനസ് അച്ഛനടക്കമുള്ള ആളുകളെ അതിക്രൂരമായിട്ട് ആക്രമിച്ചില്ലേ? തൃശ്ശൂരുള്ള 2 പുരോഹിതരെ അതിക്രൂരമായിട്ട് മധ്യപ്രദേശിൽ ആക്രമിച്ചില്ലേ? അപ്പൊ നിരന്തരം ഇത്തരം അക്രമങ്ങൾ നടക്കുമ്പോൾ സർവ്വ സൗകര്യങ്ങളിലും ഇരിക്കുന്ന, ഒരുമാതിരിപ്പെട്ട എല്ലാ പിന്തുണയിലും ഇരിക്കുന്ന കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്നത് ഏറ്റവും വലിയ തെറ്റ്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച പുരോഹിതൻ സംസാരിച്ചല്ലോ, 98 മുതൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ കൂടിക്കൊണ്ടുവരുന്നത്. അതിന്റെ അർത്ഥം എന്താ? 98-ൽ വാജ്പേയിയുടെ സർക്കാർ വന്നത് മുതൽ സകല സംഘപരിവാർ സംഘടനകളും തെരുവ് നിറഞ്ഞുകൊണ്ട് സകല ന്യൂനപക്ഷങ്ങളെയും, ആദിവാസികളെയും, ദളിതരെയും, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെയും ആസൂത്രിതമായിട്ട് അക്രമം നടത്തിക്കൊണ്ടിരിക്കുക. അതുകൂടി നമ്മൾ പറയണ്ടേ? ഇനി ഇവിടെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കോൺഗ്രസ് സർക്കാരിന്റെ മൃദു ഹിന്ദുത്വത്തിന്റെ ഭാഗമായിട്ടാണ് 69-ൽ ആന്റി കൺവേർഷൻ ലോ വന്നെന്ന്. അങ്ങനെയല്ല, അതിന്റെ ചരിത്രം കൂടി പരിശോധിക്കണം. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്ത്, ബ്രിട്ടീഷ് റൂളിന്റെ കാലത്ത് 1936-ൽ രാജ്കർ സ്റ്റേറ്റ് കൺവേർഷൻ ആക്ട് ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അതിനെ തുടർന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം 1968-ൽ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് കൺവേർഷൻ ആക്ട് ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഏതെങ്കിലും കന്യാസ്ത്രീക്ക് തിരുവസ്ത്രം ധരിക്കുന്നതിന് പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? പിതാവേ,
പറയണ്ടേ? ഏതെങ്കിലും പുരോഹിതർക്ക് കൊന്തയും വെന്തികയും ധരിക്കുന്നതിന്റെ പേരിൽ പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ക്രൈസ്തവ ദേവാലയത്തിൽ കുർബാന അർപ്പിച്ചപ്പോൾ കുർബാന വിലക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിന്റെ അർത്ഥം കോൺഗ്രസ് മൃദു ഹിന്ദുത്വം സ്വീകരിച്ചു എന്നല്ല. അതിന്റെ അർത്ഥം കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചപ്പോ സർവ്വമത ന്യൂനപക്ഷങ്ങൾക്കും സംരക്ഷണം ഉണ്ടായിരുന്നു എന്ന് തന്നെയാ. ഇനി ഒരു കാര്യം കൂടി, അതുപോലെ എനിക്ക് ഒരു മിനിറ്റ് കൂടി തന്നെ തെറ്റിദ്ധാരണ മാറ്റണമല്ലോ. 2006 BJP സർക്കാർ ഈ നിയമത്തെ അമെൻഡ് ചെയ്തു. BJP സർക്കാർ അമെൻഡ് ചെയ്തത് എങ്ങനെയാണെന്നറിയോ? ഘർവാപ്പസി പോലും നടത്താനുള്ള അനുവാദം കൊടുക്കുന്ന രീതിയിൽ. അതിനുശേഷം 2024 ഫെബ്രുവരി മാസം BJP സർക്കാർ ഛത്തീസ്ഗഡിൽ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ വീണ്ടും അമെൻമെന്റ് കൊണ്ടുവരുന്നു. 2023 മാത്രം 148 ആസൂത്രിത അക്രമങ്ങൾ ഛത്തീസ്ഗഡിൽ മാത്രം നടന്നിട്ടുണ്ടെന്നത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണ്ടെത്തലാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര, മതേതരത്വത്തിനെതിരായി, മനുഷ്യരുടെ അവകാശങ്ങൾക്കെതിരായി നിയമത്തിന്റെ ഭാഗത്തു നിന്നോ നിയമനിർവഹണത്തിന്റെ ഭാഗത്തു നിന്നോ മറ്റ് സാമുദായിക സമ്മർദ്ദ ശക്തികളുടെ ഭാഗത്തു നിന്നോ വലിയ തോതിലുള്ള അട്ടഹാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചെറുക്കുക എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ ഒന്നാകെയുള്ള ഉത്തരവാദിത്തം എന്ന നിലയ്ക്കാണ് നമ്മൾ കാണാറ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ പ്രതിരോധിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാകുന്നു എന്ന ഒരു ന്യൂനപക്ഷ സമൂഹം അപ്പാടെ തിരിച്ചറിയുകയാണ്. ഇതിനു മുൻപ് ഈ രീതിയിൽ, ഈ അടുത്ത കാലത്ത്, ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ അടുത്ത കാലത്ത് ഇല്ലാത്ത തരത്തിൽ വളരെ കഠിനമായ, വളരെ ശക്തമായ, വളരെ ശബ്ദമുയർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് സഭകൾക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം, അതിനെ ഈ പറയുന്ന ഞങ്ങൾ ചെയ്യാവുന്നതെല്ലാം പരമാവധി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞ് BJPക്ക് പ്രതിരോധിക്കാൻ കഴിയുന്ന അതിന് പര്യാപ്തമായതാണോ? BJP വാസ്തവത്തിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായ ബാധ്യത തങ്ങൾക്കുണ്ട് എന്ന് കരുതുന്ന ഒരു പാർട്ടിയല്ല BJPയുടെ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായും ന്യൂനപക്ഷങ്ങളുടെ മതവിശ്വാസ സ്വാതന്ത്ര്യത്തിനെതിരായും ന്യൂനപക്ഷങ്ങളുടെ നിലനിൽപ്പിനെതിരായും തന്നെയുള്ള ഒരു അതിനെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, അതിനെതിരായിട്ടുള്ള വളരെ ചിട്ടയും ഘടനാപരവുമായ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് തങ്ങളുടെ രാഷ്ട്രീയ പദ്ധതിയായി കൊണ്ടുനടക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അതായത് സംഘപരിവാർ, RSS അടങ്ങുന്ന ബജരംഗദളും വിശ്വ ഹിന്ദു പരിഷത്തും BJPയും എല്ലാം അടങ്ങുന്ന സംഘപരിവാർ എന്ന് പറയുന്നത് മതന്യൂനപക്ഷങ്ങൾക്കും മറ്റ് ഭൂരിപക്ഷ മതസമുദായത്തിന് പുറത്തുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് പൂർണ്ണാവകാശങ്ങളുള്ള പൗരന്മാരായി ഇന്ത്യയിൽ ജീവിക്കാനുള്ള അവകാശത്തെ തന്നെ നിഷേധിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം, ഒരു ഫാഷിസ്റ്റ് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടിയാണ് BJPയും അതിൻ്റെ വിശാല മുന്നണിയായിട്ടുള്ള സംഘപരിവാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങളെയോ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളെയോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ അയ്യോ ഞങ്ങളത് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന പാർട്ടിയല്ല BJPയും RSSും. മറിച്ച് അത് ഞങ്ങളാണ് ചെയ്തത് എന്നും ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുമെന്നും വടക്കേ ഇന്ത്യയിലടക്കമുള്ള ഭൂരിപക്ഷ ഹിന്ദുക്കളോട് പറയുകയും അവരെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ കൊണ്ടുവരികയും ചെയ്യുക എന്ന് ചെയ്യുന്ന പാർട്ടിയാണ് BJP. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള ആക്രമണം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. വടക്കേ ഇന്ത്യയിൽ സംഘപരിവാർ ഇത് ഈ കേരളത്തിൽ ഇവിടെ കേൾക്കും, അതുപോലെ തന്നെ ക്രിസ്തുമസ് ആശംസകളൊക്കെയുമായിട്ട് അരമനയിൽ കയറുന്നത് അവരുടെ കേരളത്തിൻ്റെ ഒരു ഡെമോഗ്രഫി അനുസരിച്ച് കേരളത്തിൽ രാഷ്ട്രീയാധികാരം ഏതെങ്കിലും തരത്തിൽ അതിലേക്കുള്ള ചുവടുവെപ്പുകൾ നടത്തണമെങ്കിൽ ഇപ്പോഴുള്ള ഈ 20% നിന്നും മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെ കൂടി വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ടാക്ടിക്കലായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാകണമെന്നുള്ളത് കൊണ്ട് ക്രിസ്ത്യാനികളെയാണ് എടുത്തിട്ടുള്ളത്. ഈ ക്രിസ്ത്യാനികളുമായിട്ട് ഇവിടെ നടത്തുന്ന ക്രിസ്ത്യൻ സഭകളുമായിട്ട് റാദർ ദാൻ ക്രിസ്ത്യൻ സഭകളുമായിട്ട് ഇവിടെ നടക്കുന്ന ഒരു തരത്തിലുള്ള സാമ്പത്തികവും രാഷ്ട്രീയവുമായ കൊടുക്കൽ വാങ്ങലുകളുടെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. എന്നാൽ ഇതൊന്നും വടക്കേ ഇന്ത്യയിൽ അവർ നടത്തുന്നില്ല. എത്രയോ കാലമായിട്ട് ഈ ബജരംഗദൾ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ സംഘടന തന്നെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗ്രഹാം സ്റ്റേറ്റ്സിനെയും കുടുംബത്തെയും ചുട്ടുകൊന്ന പോലുള്ള ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള നിരവധി ആക്രമണ പരമ്പരകളിലെ ഒരു പ്രതികളായി നിൽക്കുന്നവരാണ് ബജരംഗദൾ. അവരുടെ അജണ്ട അതാണ്. ഇത് ക്രിസ്ത്യാനികൾക്കെതിരെ മാത്രമല്ലല്ലോ, ഇന്നിപ്പോൾ ക്രിസ്ത്യൻ സഭകളൊക്കെ ഇളകി ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അവർ ചരിത്രത്തോടും കാലത്തോടും എന്ത് തരത്തിലുള്ള സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നതിൻ്റെ കൂടി ഭാഗമാണ്. മുസ്ലിങ്ങൾക്കെതിരെ ഈ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾക്കെതിരെ എത്രയോ കാലമായി ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മതേതര രാഷ്ട്രീയ കക്ഷികൾക്കെതിരെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നൊക്കെ ഒട്ടകപ്പക്ഷിയെ പോലെ മുഖം പൂഴ്ത്തുകയും ഇതൊന്നും തങ്ങളുടേതല്ല, തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നുള്ള നിലപാടെടുക്കുകയുമാണ് ഇവിടുത്തെ പ്രബല ക്രിസ്ത്യൻ സഭകൾ ചെയ്തത്. ഇപ്പോൾ
ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടെ പങ്കെടുത്ത പുരോഹിതൻ ഇവിടെ പറയുകയുണ്ടായി, കോൺഗ്രസിൻ്റെ കാലത്ത് അദ്ദേഹം BJP-യേക്കാൾ ഉപരി ചരിത്രത്തെയും കാലത്തെയും ഒക്കെ തൊട്ട് ഇതൊരു സാർവലൗകിക സാർവദേശീയ സർവകാല പ്രശ്നമാണ് എന്നുള്ള മട്ടിലാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് തന്നെ ഇതിൻ്റെ രാഷ്ട്രീയ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടലാണ്. ഇത് അങ്ങനെ ഒരു പ്രശ്നമല്ല. ഈ പ്രശ്നമുണ്ടാവുന്നത് എപ്പോഴാണ്? ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയം, അതിൻ്റെ ഫാഷിസ്റ്റ് രാഷ്ട്രീയം രാഷ്ട്രീയാധികാരം നേടുന്നത് മുതലാണ്, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ അധികാരത്തിലേക്ക് ശക്തി ആർജിക്കുന്നത് മുതലാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ ഇത്ര കൃത്യമായി അവർ ആസൂത്രിതമായ അജണ്ടയോടെ നടപ്പാക്കുന്നത്. ഇങ്ങനെ അജണ്ടയോടെ നടപ്പാക്കിയ മറ്റൊരു സാധനമാണ് ലവ് ജിഹാദിന്റെ പ്രചരണം. ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷപ്രചരണം കേരളത്തിൽ ഏറ്റെടുത്തത് ഇവരുടെ തന്നെ ബിഷപ്പ്, ഏതോ കല്ലറങ്ങാടൻ എന്നൊക്കെ പറയുന്ന ഒരു ബിഷപ്പാണ്. അതിന് സാധുത നൽകുന്ന വിധത്തിൽ ക്രിസ്ത്യൻ പെൺകുട്ടികളെ മുസ്ലിങ്ങൾ ഇങ്ങനെ ലവ് ജിഹാദിൽ പെടുത്തുന്നു എന്നൊക്കെ മറ്റുള്ള വിഷലിപ്തമായ പ്രചരണങ്ങൾ ഏറ്റെടുത്തത്. അങ്ങനെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കയ്യാളുകളായി നിൽക്കുകയാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ സഭ ചെയ്തത് എന്നും ഇപ്പോൾ പോലും വേണ്ട രീതിയിൽ തുറന്നെതിർക്കുന്നതിനും അതിൻ്റെ രാഷ്ട്രീയമായ പ്രാധാന്യത്തെ കാണുന്നതിനും എടുക്കത്ത് പറയുന്നതിനും അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി മറ്റൊരു കാര്യം, ഒറ്റ കാര്യം കൂടി പറയട്ടെ മാധു. ഇതിലെ പ്രശ്നം എന്ന് പറയുന്നത് ഭരണഘടനാപരമായി നിലനിൽക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ് മതപ്രചരണത്തിനുള്ള സ്വാതന്ത്ര്യം. ഒരാൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറുന്നതിനുള്ള അവകാശവും അത് തന്നെയാണ്. ഈ മധ്യപ്രദേശിലെ ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് ഇവിടെ പരാമർശിച്ച 1968 ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയെ കുറിച്ചുള്ള റവറൻഡ് സ്റ്റാനിസ്ലാവ്സ് കേസിൽ സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട്. ഈ പ്രൊപ്പഗേറ്റ് റിലീജിയൻ എന്ന് പറയുന്നത് ഭരണഘടനാപരമായ സ്വാതന്ത്ര്യമാണ്. ആരെയെങ്കിലും നിർബന്ധിതമായി മതം മാറ്റുക എന്ന് പറയുന്നത് അനുവദനീയമല്ല. നിർബന്ധിതമായി മതം മാറ്റുക എന്ന് പറയുന്നത് മതപരിവർത്തനത്തിൽ ആ വാക്കിൽ തന്നെ ഇല്ലാത്ത ഒരു സംഗതിയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? തങ്ങൾ മുതിർന്ന മനുഷ്യർ, 18 വയസ്സിന് മുകളിലുള്ള സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന മുതിർന്ന മനുഷ്യർ തങ്ങൾക്ക് പരാതിയുണ്ട് എന്ന് പറയുന്നത് വരെ എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് നീതിയുടെ അടിസ്ഥാനത്തിലാണ് അവരെയും അവർക്കൊപ്പമുള്ള ഈ കന്യാസ്ത്രീകളെയും ബജ്രംഗ് ദളിനെ പോലുള്ള ഒരു ക്രിമിനൽ ഹിന്ദുത്വ ആൾക്കൂട്ടത്തിൻ്റെ പിൻബലത്തിൽ വന്ന് ഭരണകൂടം ആക്രമിക്കുന്നത്? ഇത് എന്ന് പറയുന്നത് ഈ രാജ്യത്തെങ്ങും ഭരണഘടന നൽകുന്ന പൗരാവകാശങ്ങളെയും മൗലികാവകാശങ്ങളെയും ഇല്ലാതാക്കുകയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയ്ക്കൊത്ത് ഈ രാജ്യത്തെ കൊണ്ടുപോവുകയും ഇതിൻ്റെ സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ള ഇന്ത്യ രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ ബേസിക് സ്ട്രക്ചറിനെ തകർക്കുകയും ചെയ്യുന്ന ഫാഷിസ്റ്റ് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. നമുക്ക് 5 അതിഥികൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആദ്യഘട്ടം ഓരോ ചോദ്യം പോയപ്പോൾ തന്നെ ഇത്രയും സമയം പോയി എന്നുള്ളത് ശ്രദ്ധിക്കും എന്ന് കരുതുന്നു. അതുകൊണ്ട് അടുത്ത തവണ സമയത്തെക്കുറിച്ച് പാനലിസ്റ്റുകൾ തന്നെ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ ശങ്കുട്ടിദാസ്, ഇതിപ്പോൾ RSSന്റെ ഭാഗത്തു നിന്ന്, ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്തു നിന്നൊക്കെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെതിരെ തന്നെ വിമർശനം ഉണ്ടാവുകയാണ്. BJP സ്വീകരിക്കുന്ന നിലപാട് RSSന്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നതല്ല എന്ന ഒരു വിമർശനം ഉണ്ടാവുകയാണ്. ഛത്തീസ്ഗഡിലെ സർക്കാരിന് കുറച്ചുകൂടി മിടുക്കോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാം എന്ന ഉപദേശം പോലും ഉണ്ടാവുകയാണ്. നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണോ ഈ ഒരു വിഷയത്തിൽ? അങ്ങ് ഈ പറഞ്ഞ വിഷയത്തെ പറ്റി ഞാൻ ബോധവാനല്ല. ഞാൻ അവിടെ എങ്ങനെയും കണ്ടില്ല RSSന്റെയോ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയോ ആരെങ്കിലും സംസ്ഥാന BJP അധ്യക്ഷനെ വിമർശിക്കുകയോ ഗുണദോഷിക്കുകയോ ഛത്തീസ്ഗഡ് സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് പറയുകയോ ചെയ്യുന്ന ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബൈറ്റുകളോ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ കാര്യത്തെ പറ്റി അഭിപ്രായം പറയാൻ എനിക്ക് സാധിക്കില്ല. എന്നാലും ചർച്ചയിൽ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശരി, ആയിക്കോട്ടെ, ഇനി അതുകൂടി കുറയ്ക്കണ്ട, ആയിക്കോളും. അല്ല, ഈ RSSന്റെ മുതിർന്ന പ്രചാരകൻ കൂടിയാണ് ദക്ഷിണ പ്രാന്ത കാര്യകാരി സദസ്യൻ K ഗോവിന്ദൻകുട്ടി. രാജീവ് ചന്ദ്രശേഖറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് കമന്റ് നൽകിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ, അവിടെ നിയമവും നീതിയും നടപ്പിലാക്കാൻ സർക്കാരുണ്ട്, അവിടുത്തെ സർക്കാർ നിയമാനുസൃതം പ്രവർത്തിക്കില്ലെന്നാണോ കേരളത്തിലെ പാർട്ടി കരുതുന്നത്? കേരളത്തിലെ ഭരണത്തിനെതിരെയും വിലക്കയറ്റത്തിനെതിരെയും പ്രതിപക്ഷ ഒത്തുകളിക്കെതിരെയും പ്രതികരിച്ച് ജനവിശ്വാസം നേടൂ എന്നായിരുന്നു അങ്ങ് പറഞ്ഞ ഉപദേശം. ഈ പറഞ്ഞ ആള് തന്നെയാണോ എന്നുള്ള കാര്യം നിങ്ങളെ ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? ഇത് ഒരാളുടെ ഫേസ്ബുക്ക് ഐഡിയിൽ നിന്നിട്ടുള്ള പോസ്റ്റാണ്, ആ കമന്റാണ്. ഇത് ഈ പറഞ്ഞ ആള് തന്നെയാണ്, ചുമതലപ്പെട്ട ആളാണെന്ന് നിങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷമാണോ ചോദിക്കുന്നത്? അല്ല, അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്. അല്ല എങ്കിൽ അങ്ങ് പറഞ്ഞോളൂ ഉത്തരവാദിത്തത്തോടെ. ഇപ്പൊ RSSന്റെ പരിവാർ നേതാക്കൾ, എനിക്ക് ഈ പറയുന്ന പേര് മുഴുവനായിട്ട് ഞാൻ പറയുമ്പോൾ തെറ്റ് അങ്ങേക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. എനിക്ക് അത്രമേ അറിയുള്ളൂ ഈ പറയുന്ന സംഘടനാ സംവിധാനത്തെ കുറിച്ച്. അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞോളൂ, ഞാൻ എടുക്കാം.
നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രകോപിതയാവുന്നത്? ഞാൻ വളരെ സ്വാഭാവികമായിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത്. ഞാൻ ഈ ചർച്ചയിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു കമന്റിനെ പറ്റി ഞാൻ ബോധവാനല്ല. ഞാൻ രാജീവ് ചന്ദ്രശേഖരന്റെ പോസ്റ്റ് താഴത്ത് വന്നിട്ടുള്ള മുഴുവൻ കമന്റുകളും വായിച്ചിട്ടില്ല. അതിൽ നിങ്ങൾ പറയുന്നു അതിൽ ആർഎസ്എസിന്റെ ചുമതലയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ കമന്റ് ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഞാൻ പറയുന്നു ഫേസ്ബുക്കിലെ മുഖമില്ലാത്ത രൂപങ്ങൾ പല പേരുകളിൽ പല കമന്റുകൾ വരാറുണ്ട്. ഇത് ഇന്ന ആൾ തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷമാണോ ആധികാരികമായിട്ടൊരു ആരോപണം നിങ്ങൾ ഉന്നയിക്കുന്നത് എന്ന ന്യായമായ ചോദ്യം ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്രയും പ്രകോപിതയാവുന്നത്? നിങ്ങൾ ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ കേട്ടിരിക്കുകയല്ലേ. ഈ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ. ഞാൻ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളോട് ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങ് പറയൂ എന്ന് പറയുന്നതിൽ പൊട്ടിത്തെറിച്ചത് എവിടെയാണെന്ന് എനിക്കറിയില്ല. പ്രേക്ഷകർ കൂടി കണ്ടു കാണും. ഞാൻ ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. ഞാൻ പ്രകോപിതയാകണമെന്ന് അങ്ങേക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തൽക്കാലം നിർവാഹമില്ല ശ്രീ ശങ്കുട്ടി ദാസ്. പിന്നെ ഈ പറയുന്നത് പോലെ അല്ല എങ്കിൽ, അതായത് RSSുമായി ബന്ധപ്പെട്ടോ BJPയുടെ കാര്യത്തിലോ ആധികാരികമായി അങ്ങേക്ക് എന്നേക്കാൾ അറിവുണ്ടാകുമെന്ന വിശ്വാസത്തിൽ ചോദിച്ചു എന്നേ ഉള്ളൂ. തുടർന്നുള്ളൂ. എന്തായാലും ഇങ്ങനെ ഒരു വിഷയത്തെ പറ്റി ഞാൻ ബോധവാനല്ല, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഇക്കാര്യത്തിൽ ഓരോ പരിവാർ സംഘടനകൾക്കും അവരുടേതായിട്ടുള്ള വ്യത്യസ്ത മേഖലകളുണ്ട്. ആ മേഖലകളിൽ അവരുടേതായിട്ടുള്ള പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. ഇതിലൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടവരാറില്ല. ബജറംഗ് ദൾ അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്ത്, ആദിവാസി കല്യാൺ സഭ ഒക്കെ വ്യത്യസ്ത മേഖലകൾ പ്രവർത്തിക്കുന്ന ഇതാണ്. ഇവരുടെയൊക്കെ നിലപാടിനെ ഞങ്ങൾ ഏറ്റെടുക്കണമെന്നോ ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കണമെന്നോ അല്ലെങ്കിൽ ഒരാളുടെ പ്രവർത്തനം തന്നെ മറ്റാളും അതേപോലെ പിന്തുടരണമെന്നോ ശരി. ഇനി എനിക്ക് നിങ്ങൾ ഊഴം തരുമെങ്കിൽ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ തിരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ SK സജീഷ് പറഞ്ഞു ഇത് ഭീകരവാദ സ്വഭാവമുള്ള ഒരു കേസാക്കി മാറ്റണമെന്നുള്ള താല്പര്യം കൊണ്ട് NIA കോടതിയിലേക്ക് വിചാരണയ്ക്ക് വിടണം എന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ഇത് NIA കോടതിയിലേക്ക് വന്നതെന്ന്. അത് തെറ്റായിട്ടുള്ളൊരു ആരോപണമാണ്. UAP NIA ആക്ട് 2008 2019 ഉണ്ടായിട്ടുള്ള അമെൻമെന്റ് പ്രകാരം ഇന്റർസ്റ്റേറ്റ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത് NIA ആക്ടിലെ ഷെഡ്യൂൾഡ് ഒഫൻസ് ആണ്. അങ്ങനെയുള്ള ഷെഡ്യൂൾഡ് ഒഫൻസുകൾ സ്പെഷ്യൽ ഡെസിഗ്നേറ്റഡ് കോടതികളിലാണ് വിചാരണ നടക്കേണ്ടത് എന്നത് നിയമപരമായിട്ടുള്ള തത്വമാണ്. അങ്ങനെ NIA ആക്ടിലെ 2008 NIA ആക്ടിലെ അമെൻമെന്റിന് ശേഷം 2019 ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഷെഡ്യൂൾഡ് ഒഫൻസുകളിൽ ഒന്നാണ് IPC 370. ആ IPC 370 ആണ് ഇപ്പോൾ BNSലെ 143 ആയി മാറിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് BNSലെ 143 എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഇന്റർസ്റ്റേറ്റ് ട്രാഫിക്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷൻ വരുന്ന സമയത്ത് അത് കേൾക്കാനോ വിചാരണ നടത്താനോ സെഷൻസ് കോടതിക്ക് സാധിക്കില്ല. അത് ഡെസിഗ്നേറ്റഡ് കോടതിയിലേക്ക് തന്നെ വിടേണ്ടി വരും. ആ കോടതി വിധിയിലെ ആ ഭാഗം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനൊന്ന് വായിച്ചു തരാം എന്ന് വിചാരിക്കുകയാണ്. Jurisdiction decision. As per the Gazette notifications issued by the Central and Chhattisgarh state governments, Darg district is not listed among those under jurisdiction of special NIA courts established under section 11 of the NIA Act. Therefore, the court lacks territorial jurisdiction to hear the case എന്നാണ് കോടതി പറഞ്ഞത്. അതായത് NIA ആക്ടിലെ സെക്ഷൻ 11 പ്രകാരമുള്ള ഡെസിഗ്നേറ്റഡ് കോടതിയുടെ പരിധിയിൽ ഈ കോടതി വരുന്നില്ല. അതുകൊണ്ട് ഈ കോടതിക്ക് ഈ കേസ് കേൾക്കാനുള്ള ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഇല്ലാതെ കോടതി സ്വയമേവ കണ്ടെത്തുകയാണ് ചെയ്തത്. അതല്ലാതെ NIA കോടതിയിലേക്ക് വിടണമെന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ വാദമായിരുന്നില്ല. ശ്രീ ഫാദർ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം 1968 മൃദു ഹിന്ദുത്വത്തിന്റെ ഭാഗമായി കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം അതിനെ ജിൻഡോ ജോൺ തിരുത്തി 1936 ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ തന്നെ റായ്ഗർ സംസ്ഥാനമായിരുന്ന സംസ്ഥാനം പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണെന്ന്. അവിടേക്കുള്ള പ്രശ്നം ഈ നിയമം എന്തുകൊണ്ട് ഉണ്ടായി, ഇത് ആരുണ്ടാക്കി, അല്ലെങ്കിൽ അവരുടെ താല്പര്യം എന്തായിരുന്നല്ല, അവിടെ ഒരു നിയമം ഉണ്ടാവേണ്ട സാഹചര്യം എന്തായിരുന്നു, അവിടെ കൺവെർഷൻ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. മതപരിവർത്തന നിരോധന നിയമം ഛത്തീസ്ഗഡ് പോലെയുള്ള ഒരു ട്രൈബൽ സംസ്ഥാനത്ത് 35% ട്രൈബൽ പോപ്പുലേഷൻ ഉള്ള ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ബ്രിട്ടീഷുകാർ മുതൽ കോൺഗ്രസ് സർക്കാർ വരെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അഡ്രസ്സ് ചെയ്യേണ്ട ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിട്ട് അവിടെ ട്രൈബൽ കൺവെർഷൻ നടക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ഛത്തീസ്ഗഡിലുള്ള 1.92% ക്രിസ്ത്യൻ പോപ്പുലേഷൻ്റെ 78% ട്രൈബൽസ് ആണ്. മതപരിവർത്തനത്തിന് വിധേയരായിട്ടുള്ള ട്രൈബൽ പോപ്പുലേഷനാണ് അവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ മെജോറിറ്റി ചങ്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു കൺവേർഷനുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്, അവിടെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. അത്തരം വിഷയങ്ങളിൽ സ്വാഭാവികമായിട്ട് അതൊരു സാമൂഹിക പ്രശ്നമായി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ അവിടെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ സംഘടനകൾ അതിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടാവും. കേരളത്തിൽ ഈ പറയുന്ന പോലെ മതപരിവർത്തന നിരോധന നിയമവും ഇല്ല. ഇവിടെ ഈ പറയുന്ന ട്രൈബൽസിനെ കടത്തുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥിരമായ പ്രശ്നങ്ങളില്ല. ഒരു കാര്യം ഞാൻ പറയാം, 2019 മുതൽ 2025 വരെയുള്ള വർഷങ്ങളിൽ 6 വർഷങ്ങളിൽ 25 കേസുകൾ ക്രിസ്ത്യൻ നൺസിനും ഫാദേഴ്സിനും എതിരായിട്ട് ഫോഴ്സ്ഡ് റിലീജിയസ് കൺവേർഷൻ്റെയും ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെയും പേരിൽ ഈ ഛത്തീസ്ഗഡിൽ എടുത്തിട്ടുണ്ട്. ഈ സമയം മുഴുവൻ ഞങ്ങളല്ല ഭരിച്ചിട്ടുള്ളത്. ഞങ്ങൾ 2023 ഭരണത്തിൽ കയറിയിട്ടുള്ളത്. 2021 സിമിലർ ആയിട്ടുള്ള കേസിൽ ഫോഴ്സ്ഡ് റിലീജിയസ് കൺവേർഷൻ്റെ പേരിൽ ഒരു ക്രിസ്ത്യൻ
ഫാദറിനെതിരെ അവിടുത്തെ മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ സർക്കാർ കേസെടുത്തിട്ടുണ്ട്. ഇനി ഒരു കൗതുകത്തിന് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടുന്ന് ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിനിധികളൊക്കെ ഛത്തീസ്ഗഡിലേക്ക് പോയല്ലോ. ഛത്തീസ്ഗഡിലുള്ള കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ഈ വിഷയത്തിൽ പ്രതികരിച്ചോ? അവിടുത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഭൂപേഷ് ബാഗൽ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാൻ തയ്യാറായിട്ടുണ്ടോ? പറയാൻ തയ്യാറാവില്ല. കാരണം അവിടെ ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് ഈ പറയുന്ന റിലീജിയസ് കൺവേർഷൻ എന്ന് പറയുന്നത് ഒരു വലിയ സാമൂഹ്യ പ്രശ്നമാണെന്നും ആ പ്രശ്നത്തിന് ന്യായീകരിച്ചുകൊണ്ട് നിലപാടെടുത്തു കഴിഞ്ഞാൽ രാഷ്ട്രീയമായി ബാധിക്കും. ശരി. പിന്നെ കേരളത്തിൽ അങ്ങനെ ഒരു നിയമമുണ്ടെങ്കിൽ ആ നിയമം കൈകാര്യം ചെയ്യാൻ ഇവിടെ നിയമത്തിൻ്റെതായിട്ടുള്ള മെഷീനറികളും ഉണ്ടാകും. അവിടെ ബജ്രംഗ് ദളുകാർ വന്ന് വിചാരണ നടത്തില്ല എന്നൊരു പ്രതീക്ഷ ഈ സമൂഹത്തെക്കുറിച്ചുണ്ട് എന്ന് ഞാൻ അതിനെ സംഗ്രഹിച്ചുകൊണ്ട് പറയാൻ ശ്രമിക്കുന്നു. പിന്നെ മതപരിവർത്തനവും നിർബന്ധിത മതപരിവർത്തനവും രണ്ടാണ്. ഒരു നിയമം വരുമ്പോൾ അതിന് രണ്ടിനെയും അഡ്രസ് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള സാമൂഹ്യ സംഘടനകൾക്ക് അതിൽ ഇടപെടുക എന്ന് പറയുന്നത് പോലീസിനപ്പുറത്തേക്ക് എന്തെങ്കിലും തിണ്ണമെടുക്കുന്നുണ്ട് എങ്കിൽ അതിന് ക്രമസമാധാന പാലനത്തിന് വീഴ്ച എന്നാണ് പറയപ്പെടുക. ശ്രീ എസ് കെ സജീഷ്, എനിക്കൊരു ചോദ്യം യഥാർത്ഥത്തിൽ ശ്രീ ശങ്കുട്ടിദാസ് ഞാനത് പറഞ്ഞതാണ്, ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞതാണ്, അങ്ങനെയുള്ള ചോദ്യം എല്ലാം അതിന് വഴങ്ങണം. ശ്രീ എസ് കെ സജീഷ്, യഥാർത്ഥത്തിൽ ഞാൻ ശ്രീ ശങ്കുട്ടിദാസിനോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എല്ലാവരിലേക്കും വരിക എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ഇപ്പോൾ NIA കോടതിയോളം ചെന്ന് നിൽക്കാൻ വിധിക്കപ്പെട്ട ഒരു കേസ് ഇതിൻ്റെ ആത്യന്തികം ഇതിൻ്റെ മെറിറ്റിലേക്ക് പോവുകയാണ് എങ്കിൽ ശരിയാണ്, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ചർച്ച ചെയ്യുകയാണ്. എന്നിരുന്നാൽ പോലും അതിനുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നതാണ് ചുമത്തപ്പെട്ട ഒരു വകുപ്പ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ പ്രശ്നമുണ്ടാകുന്നത്? TTE പെൺകുട്ടികളോട് അവരുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ചോദിക്കുമ്പോഴാണ് ഈ ടിക്കറ്റ് സിസ്റ്റർമാരുടെ കയ്യിലാണ് എന്ന് പറയുന്നത്. അതായത് ആ പറയുന്ന ചോദ്യം ചെയ്യൽ നടക്കുന്ന സമയത്ത് ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തിയ സിസ്റ്റർമാർ അവിടെ ഇല്ല, നിർബന്ധിതമായിട്ടാണ് കൊണ്ടുപോകുന്നത് എന്നാണ് വെപ്പ്. പിടിച്ചു കെട്ടി കൊണ്ടുപോകാൻ വന്ന ആളുകൾ അവിടെ ഇല്ല. ഈ സ്റ്റേഷനിലേക്ക് വന്നത് അവരും അവരുടെ ബന്ധുവുമാണ്. ഈ സിസ്റ്റർമാർ ആ സ്പോട്ടിലേ ഇല്ല. നടക്കുന്നത് പിടിച്ചു കെട്ടിക്കൊണ്ടുപോക്കും, മനുഷ്യക്കടത്തും. അപ്പോൾ എങ്ങനെയാണ് ഈ നിർബന്ധിതമായ മനുഷ്യക്കടത്ത് ഈ നിർബന്ധിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന ക്രിമിനലുകൾ ഇല്ലാതെ നടപ്പിലാവുന്നത്? അത് എന്നോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അതിലൊരു പെൺകുട്ടിയുടെ മൊഴിയുണ്ട്. ഞാൻ പറയട്ടെ ഒരു കാര്യം. ഇവിടെ BJP RSS പ്രതിനിധി ഉൾപ്പെടെ ഈ കാര്യത്തെ പൊതുവൽക്കരിക്കാനും നിസ്സാരവൽക്കരിക്കാനുമാണ് ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങളിലൂടെ ഒരു ഫാസിസ്റ്റ് രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഭയപ്പെടുത്തിക്കൊണ്ട് കീഴ്പ്പെടുത്തുക, അതിനാണ് ഇവർ എല്ലാ പദപ്രയോഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗർവാപ്പസി ഉണ്ടാകുന്നത്, അതിൻ്റെ ഭാഗമായിട്ടാണ് ലവ് ജിഹാദ് ഉണ്ടാകുന്നത്. ഇങ്ങനെ തങ്ങളുടെ ഒരു ഭയത്തിൻ്റെ കീഴിൽ എല്ലാവരും കഴിഞ്ഞുകൊള്ളണം എന്നുള്ള രീതിയിലുള്ള ഫാസിസത്തിൻ്റെ ഒരു പ്രയോഗവൽക്കരണമാണ് നമ്മുടെ രാജ്യത്ത് ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടത് എങ്ങനെയാണ് ഈ സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഭരണഘടനയും ഒന്നും ഉണ്ടാവില്ല. ഫാസിസത്തിൻ്റെ രീതി എന്ന് പറയുന്നത് എല്ലാത്തിനെയും വിഴുങ്ങുകയാണ്. ഭരണകൂടത്തിനകത്തുള്ള ലെജിസ്ലേച്ചറിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, കേരളത്തിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന പോലെ ലഡു നൽകിയും കേക്ക് നൽകിയും കിരീടം വെച്ചും എല്ലാം ചേർത്ത് പിടിക്കുന്ന പോലെ ചേർത്ത് പിടിച്ച് ലെജിസ്ലേച്ചറിൽ അധികാരത്തിലേക്ക് എത്തുക. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവിനെ പൂർണ്ണമായും തങ്ങളുടെ കൈപ്പിടിയിലേക്ക് മാറ്റുക, ജുഡീഷ്യറിയിലേക്കും അവരുടെ പൂർണ്ണാധിപത്യം ഉണ്ടാക്കുക. ഇങ്ങനെ 3 സംവിധാനങ്ങളെയും ഭരണകൂട സംവിധാനങ്ങളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ യഥാർത്ഥ സ്വഭാവം അത് കാണിക്കാൻ വേണ്ടി തുടങ്ങും. പിന്നെ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് നിയമം നിർമ്മിക്കുന്നത് അവർ തന്നെയാണ്. RSS, സംഘപരിവാരം, ഫാസിസം തന്നെ അവരുടെ നിയമങ്ങൾ ഇവിടെ മനുസ്മൃതി ഭരണഘടനയായി മാറും. വിചാരധാരയിലെ തത്വങ്ങൾ ഈ രാജ്യത്തിൻ്റെ പൊതു തത്വങ്ങളായി മാറും. ഇതാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് അനുസൃതമായി പ്രവർത്തിക്കുന്ന എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിയെയും അവർ സൃഷ്ടിക്കും. മനുവാദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജുഡീഷ്യറിയായി രാജ്യത്തെ ജുഡീഷ്യറി മാറും. അതിനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പൊതുവായി വരുന്ന 4ാം തൂണായ മാധ്യമങ്ങളെ ഒരു വശത്ത് ഭീഷണിപ്പെടുത്തും, ഒരു വശത്ത് വില കൊടുത്തു വാങ്ങും, ഭീഷണിക്ക് വഴങ്ങാത്തവരെ ഉന്മൂലനം ചെയ്യും. ഈ രീതിയാണ് നമ്മുടെ രാജ്യത്ത് ശബ്ദങ്ങളെപ്പോലും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അപകടകരമായി നമ്മുടെ രാജ്യം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ താൽക്കാലിക പ്രലോഭനത്തിലോ അല്ലെങ്കിൽ താൽക്കാലികമായി ലഭിക്കുന്ന അധികാരത്തിൻ്റെ എന്തെങ്കിലും സൗകര്യങ്ങളിലോ അഭിരമിച്ചു പോയി ഈ അപകടത്തിൽ വന്ന് തലവെക്കരുത് എന്ന് എല്ലാവരും ജാഗ്രതയോടുകൂടി അത് കാണേണ്ടതുണ്ട്. പാസ്റ്റർ നിയോമുള്ളവരുടെ വരികൾ ഈ ലോകത്തെ എക്കാലത്തും ഓർമ്മിപ്പിക്കുന്നതാണ്. ആദ്യം അവർ തൊഴിലാളികൾക്ക് നേരെ വന്നു, അപ്പോൾ ഞാൻ മിണ്ടിയില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെ വന്നു, അപ്പോഴും ഞാൻ മിണ്ടിയില്ല. ജൂതന്മാർക്ക് നേരെ വന്നു, അപ്പോഴും ഞാൻ മിണ്ടിയില്ല. പക്ഷേ അവസാനം
അവർ പലർക്കു നേരെയും വന്നു, അപ്പോഴും ഞാൻ മിണ്ടിയില്ല, കാരണം ഞാൻ അവരിലൊരാളായിരുന്നില്ല. പിന്നീട് എനിക്ക് നേരെ ഫാസം വന്നപ്പോൾ, ദ്രംഷ്ട കാട്ടി വന്നപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും അവശേഷിച്ചിരുന്നില്ല എന്ന്. ഇത് ഫാസത്തിൻ്റെ പൊതു സ്വഭാവമാണ്. ഇങ്ങനെ തന്നെ വാഴ്ത്തിയതായിരുന്നു പാസ്റ്റർ നിയോ മുള്ളർ, ഹിറ്റ്ലറുടെ ആരാധകനായിരുന്നു എന്നെല്ലാം നമുക്കറിയാം. അതുപോലെ തന്നെ ആരാധിപ്പിക്കാനും കൂടെ നിർത്താനും എല്ലാം ശ്രമിക്കും. പക്ഷേ ഇത് അപകടകരമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ആ തിരിച്ചറിവിൽ ഇതിനെ കാണാൻ വേണ്ടി തയ്യാറാകണം. അതുകൊണ്ട് ഇവിടെയുള്ള പൊതുവൽക്കരണമല്ല നമുക്ക് ആവശ്യം, സംഘപരിവാറിൻ്റെ കൃത്യമായ ലക്ഷ്യമാണ്. വിചാരധാരയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒന്നാമത്തെ ശത്രു മുസ്ലിമാണ്, രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനിയാണ്, മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇപ്പോൾ വിചാരധാര മാറ്റിയാൽ 5M എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ RSSന്റെ സംഘചാലക് തന്നെ, സർസംഘചാലക് തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ മിഷണറിമാർ, അതുപോലെ തന്നെ മെക്കാളിസ്റ്റ്, മാർക്സിസ്റ്റ്, മുസ്ലിം എന്നെല്ലാമുള്ള രീതിയിൽ കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 5 വിഭാഗത്തെ ആഭ്യന്തര ശത്രുവായി പ്രഖ്യാപിച്ചു വച്ചിട്ടുണ്ട്. ഇത് നാം കാണേണ്ടതുണ്ട്. ഇത് കണ്ടുകൊണ്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാവില്ല, മതനിരപേക്ഷത ഉണ്ടാകില്ല, ഭരണഘടന ഉണ്ടാവില്ല എന്ന് നാം കാണേണ്ടതുണ്ട്. തങ്ങളുടെ വാദം ന്യായീകരിക്കാൻ വേണ്ടി ഇവിടെ RSS ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. BJPയും RSSും രണ്ടായി കാണേണ്ട ഒന്നല്ല എന്നതുകൂടി കരുതണം. RSSന്റെ ഒരു ദളം മാത്രമാണ് BJP. ശരി, ഇടവേള. ഡോക്ടർ ജിൻഡോ ജോൺ, ഇന്ന് പക്ഷേ കേരളത്തിലെ മറ്റു ചില മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന്, BJPയുടെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന വിമർശനം എന്ന് പറയുന്നത്, ഈ വരുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ, അത് കണ്ടുകൊണ്ട് നിങ്ങളടക്കം, പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുന്ന ഒരു സാമുദായിക വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ശ്രമങ്ങളാണ് ഈ വിവാദങ്ങൾ എന്നത് മാത്രമാണ്. മാധു, അത് അവർ പറഞ്ഞോട്ടെ, അവർക്ക് അതിനപ്പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ ശങ്കുട്ടി ദാസ് ഈ ചർച്ചയിൽ തന്നെ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ നിലപാട് എന്താ, ആരും മിണ്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു. അവിടെ മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബാഗൽ, അവിടുത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ ഇത് കള്ളക്കേസാണ്, കെട്ടിച്ചമച്ച കേസാണെന്ന് പ്രസ്താവന നൽകിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ നിന്നുള്ള കോൺഗ്രസിന്റെ MP ഉൾപ്പെടെയാണ് പ്രതിപക്ഷ MP മാരോട്, ഇന്ത്യ മുന്നണി MP മാരോട്, കോൺഗ്രസ് MP മാരോട്, കേരളത്തിൽ നിന്നുള്ള MP മാരോടൊപ്പം അവിടെ വന്ന് ആ കന്യാസ്ത്രീമാരെ സന്ദർശിക്കാനും അവർക്ക് അനുഭാവം പ്രകടിപ്പിക്കാനും പിന്തുണ അറിയിക്കാനും ചെന്നത്. അപ്പോൾ ഒന്നാമത്തെ തെറ്റ് കള്ളം. ഞങ്ങൾക്ക് BJPയുടെ കേരളത്തിലെ സംസ്ഥാന ഘടകത്തിന്റെ പോലെ ഇരട്ട നിലപാടില്ല. ഇവിടെ രാജീവ് ചന്ദ്രശേഖരനുള്ള വിവരം ഒന്നുകിൽ BJPയുടെ അവിടുത്തെ ഘടകം സമ്മതിക്കണം, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് ഇല്ലാത്ത വിവരമാണ് അവിടെ ഉള്ളവർക്കെന്ന് സമ്മതിക്കണം. ഇത്തരത്തിലുള്ള ഇരട്ട നിലപാട് ഞങ്ങൾക്കില്ല. ഞങ്ങളിത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല. ഏത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടാണ് ഞങ്ങളിത് പറയുന്നത്? ഞങ്ങൾ ലീന സച്ചിൻ അടക്കം ഒറീസയിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഒക്കെ നിരവധി അക്രമങ്ങൾ ഇതുപോലെ നടക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും കൃത്യമായിട്ട് പ്രതിഷേധം തീർത്തിട്ടുള്ള ആളുകളാണ് കോൺഗ്രസ്, ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന പ്രതിപക്ഷ കക്ഷികളും. BJP എവിടെയായിരുന്നു? നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ലെങ്കിൽ ഈ പരിവാർ സംഘടനകളോട് അവിടെ നിൽക്കാൻ പറയണം. ഇത്തരത്തിലുള്ള ആസൂത്രിത അക്രമങ്ങൾ പിടിച്ചു നിർത്താൻ BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന് കഴിയണം. പോലീസിന്റെ മുൻപിലിട്ടാണ് ഈ ബജ്രംഗ് ദളിന്റെ പ്രവർത്തകർ കന്യാസ്ത്രീമാരെയും കൂടെ വന്ന ആളുകളെ ആക്ഷേപിക്കുന്നതും അതിക്രമം നടത്തുന്നതും തടയാൻ സാധിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇവിടെ താങ്കൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഒരു കാര്യം പറയാം, രാജ്കർ സ്റ്റേറ്റ് കൺവേർഷൻ ആക്ട് 1936 എന്ന് പറഞ്ഞാൽ മതപരിവർത്തനത്തിന് അനുവാദം കൊടുക്കുന്ന നിയമമാണ്. അതുപോലെ 1968 കോൺഗ്രസ് ഭരിക്കുമ്പോൾ മധ്യപ്രദേശിൽ കൊണ്ടുവന്ന നിയമവും ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് എന്നാണ്. അതിന്റെ അർത്ഥം എന്താ? മതപരിവർത്തനത്തിനുള്ള അവകാശം ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് കൊടുത്തത് തന്നെയാണ്. പിന്നെ മതപരിവർത്തനവും നിർബന്ധിത മതപരിവർത്തനവും എന്നതിനെ എല്ലാത്തിനെയും നിർബന്ധിത മതപരിവർത്തനം എന്ന നിലയ്ക്ക് തന്നെ കാണുന്ന ഒരു പൊളിറ്റിക്കൽ പ്ലേ ആണത്. ഒരു മിനിറ്റ് എനിക്ക് തരുമോ? ഞാൻ പറയട്ടെ, നിർബന്ധിത മതപരിവർത്തനത്തിനാണ് നിയമം മൂലം അത് കുറ്റകരമായിട്ടെന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ശങ്കുട്ടിദാസെ, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, ഇടപെടല്ലേ. ഇവിടെ കർഷകർ, കുഷ്ഠരോഗികളെ പരിചരിക്കുന്നത്, തൊഴിൽ നൽകുന്നത്, വിദ്യാഭ്യാസം നൽകുന്നത്, അവർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത്, ഇതൊക്കെ എങ്ങനെ തെറ്റാകാ? ഇതൊക്കെ എങ്ങനെ മതപരിവർത്തനമാകാ? ഇതൊക്കെ എങ്ങനെ മനുഷ്യക്കടത്താകാ? അത് പറയണ്ടേ? എങ്കിൽ നിങ്ങൾ അത് ചെയ്യണം. നിങ്ങൾ അത് ചെയ്യാത്തോടത്ത് ഈ മിഷണറിമാർ പോയി അതൊക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള സാമൂഹ്യ സേവ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ മതപരിവർത്തകരെന്നോ മനുഷ്യക്കടത്തുകാരെന്നോ പറഞ്ഞ് ആക്ഷേപിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. ഇനി ഒരു കാര്യം കൂടി, ഇവിടെ മതപരിവർത്തനം കുറ്റമാണെങ്കിൽ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള ഷോൺ ജോർജിനെതിരെ കേസെടുക്കണം, PC ജോർജിനെതിരെ കേസെടുക്കണം. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായിട്ടുള്ള BR അംബേദ്കർ ഈ 5 ലക്ഷത്തിലധികം ആളുകളെ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുണ്ട്. സ്വമേധയായിട്ടുള്ള മതപരിവർത്തനം കുറ്റമല്ലാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ. തിരിച്ചറിവില്ലാത്തത് BJPക്ക്. ഞങ്ങൾ ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഒളിവിലിരുന്ന് ഷൂ നോക്കി ഒറ്റുകൊടുക്കുന്ന തിരക്കിലായിരുന്നു. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ പ്രമോദ് പുഴങ്കര, ഈ എന്താണ് യഥാർത്ഥത്തിൽ ഈ സിസ്റ്റർമാരെ കാത്തിരിക്കുന്നത്? ദീർഘമായ കാരാഗൃഹവാസം തന്നെയാണോ?
വാസ്തവത്തിൽ ഈ കേസിൽ NIA കോടതിയുടെ അധികാര പരിധിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കേസാക്കി ഇതിനെ മാറ്റുന്നത്, ഇതിൽ മനഃപൂർവ്വം ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ ഒരു സെക്ഷൻ, ഈ ഒരു കാരണവശാലും ഇതിൽ ചേർക്കാൻ പാടില്ലാത്തൊരു സെക്ഷൻ ഇട്ടിട്ടാണ് ഇതിനെ അത്തരത്തിൽ തങ്ങൾക്ക് ഇതിൻ്റെ ജാമ്യം നൽകാനുള്ള ജൂറിസ്ഡിക്ഷൻ ഇല്ല, തങ്ങളുടെ അധികാര പരിധിയിൽ വരുന്നില്ല എന്ന് പറഞ്ഞ് കോടതിക്ക് ഒഴിയാകുന്ന തരത്തിലേക്ക് ഇത്തരമൊരു കേസിനെ മാറ്റുന്നത് ഇങ്ങനെയുള്ള സെക്ഷൻ ആട്രിബ്യൂട്ട് ചെയ്തിട്ടാണ്. ഇങ്ങനെ UAPAയുടെയൊക്കെ സെക്ഷൻസ് ആട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം ഉമർ ഖാലിദിനെയൊക്കെ പോലുള്ള നിരവധി പേരാണ് ഇന്ത്യയിലെ തടവറകളിൽ ഈ BJP ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ തരത്തിൽ, മനുഷ്യാവകാശ വിരുദ്ധമായ തരത്തിൽ, ഇങ്ങനെ പ്രൊപ്പോർഷനേറ്റ് അല്ലാത്ത തരത്തിലുള്ള നിയമങ്ങളും വകുപ്പുകളും ഉപയോഗിച്ചുകൊണ്ട് ജാമ്യ നിഷേധം നടത്തി ജയിലുകളിൽ കിടക്കുന്നത്. ഒരു പക്ഷേ സുപ്രീം കോടതി വരെ പോയി നീണ്ട കാലത്തെ നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം മാത്രം ജാമ്യം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് ഇത്തരത്തിലുള്ള കേസുകളെ മാറ്റുക എന്നുള്ളത് വളരെ കൃത്യമായ അജണ്ടയാണ്. ഇത് ഈ പറയുന്നത് പോലെ ഇത് ഒരു ഫാഷിസ്റ്റ് ഭരണകൂടം ഇവിടുത്തെ മൗലികാവകാശങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും പൗരന്മാരെയും പൗരസമൂഹത്തെയും ഭയപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഈ കേസ് ഇതിൽ വാസ്തവത്തിൽ ഇവിടെ വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് ഈ നാട്ടിലെ, എന്താണ് ഹിന്ദുത്വ ഫാഷിസ്റ്റ് ഭരണകൂടം ഈ നാട്ടിൽ അവരുടെ ഹിന്ദുത്വ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ കീഴിൽ നിൽക്കാത്ത മനുഷ്യർക്കായി കാത്തുവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ മറ്റൊരു തിരിച്ചറിവ് കേരളത്തിലുള്ള നമുക്ക് കൂടി ഉണ്ടാകേണ്ടതുണ്ട്. തങ്ങളുടെ കുഞ്ഞാടുകളെ സംഘപരിവാറിൻ്റെ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ കശാപ്പുശാലയിലേക്ക് തെളിച്ചു കൊണ്ടുപോയ ഇവിടുത്തെ കത്തോലിക്ക സഭയുടേതടക്കമുള്ള ഇടയന്മാർക്ക്, വ്യാജ ഇടയന്മാരെ കൂടിയാണ് ഇത് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. ഈ ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം എന്നുള്ളതിൻ്റെ ജനാധിപത്യപരമായ അടിത്തറ എത്രത്തോളം പൊളിറ്റിസൈസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൂടി ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ശരി, ശങ്കുട്ടിദാസ് 30 സെക്കൻഡ്. ഒന്നുമില്ല, ജിൻഡോ ജോൺ പറഞ്ഞു കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന് മതപരിവർത്തനത്തിന് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടുള്ള നിയമമാണെന്ന്. ആ നിയമത്തിലെ സെക്ഷൻ 4 പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാണ്ട് പുതിയ നിയമം കൊണ്ടൊന്നല്ല, കോൺഗ്രസ് കൊടുത്ത നിയമം കൊണ്ട് തന്നെയാണ്. പിന്നെ കോൺഗ്രസിന്റെ അവിടുത്തെ അവിടുത്തെ 4 എംപിമാർ, കോൺഗ്രസിന്റെ അവിടുത്തെ രാജ്യസഭയിലെ 4 ഒറ്റ വാചകം മാത്രമേ പറയാനുള്ളൂ. ഇതിൽ നിന്ന് വെളിച്ചത്ത് വരുന്ന 2 കാര്യമാണ്. ഒന്ന്, ഇവർ ആഭ്യന്തര ശത്രുക്കളായി കണ്ട ആളുകളെ ഉന്മൂലനം ചെയ്യാനുള്ള ലക്ഷ്യം. രണ്ടാമത്തേത്, ചങ്കുട്ടിദാസ് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, പാവപ്പെട്ട ആളുകളെ, ആദിവാസികളെ എന്നൊക്കെ, അതായത് RSS മനുസ്മൃതിയിലൂടെ വിചാരധാരയിലൂടെ കാണുന്ന പിന്നോക്കക്കാരെ സംരക്ഷിക്കുന്നു എന്നതുകൂടി ഇവരുടെ പ്രശ്നമാണ്. ഈ രണ്ടും അവർ കൈകാര്യം ചെയ്യുന്നു എന്നത് ഇതൊക്കെയാണ് ആരോപണങ്ങൾ. എന്തായാലും തുടർച്ചയായ ദിവസങ്ങളിൽ ഈ വിഷയം ദേശീയ തലത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയാണ്. കേരളത്തിൽ നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ജനപ്രതിനിധികളടക്കം ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമാകുന്നുണ്ട്. സഭ അനിതര സാധാരണമായ രീതിയിൽ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക സന്യാസിനിമാർക്ക് എന്ന്.